അങ്ങനെ ഒരു സമാധാനാണല്ലോ ആരുടെയൊക്കെ പറയുമ്പോൾ. രോഗം ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഗൾഫിലൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അതാണ്. ഉമ്മ ഉണ്ടാവില്ല, പെങ്ങന്മാരുണ്ടാവില്ല, കൂടെ ഭാര്യ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് അങ്ങനെ കൂടല്ലോലൊക്കെ ജോലിക്ക് പോകും. ഒരു കഞ്ഞിവെള്ളം തരുന്ന ആ ഒരു ഉമ്മയുടെ ഒരു ആശ്വാസ വാക്ക് പോലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകി ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് അല്ലേ. കൂടെ ഉണ്ടല്ലോ ഉമ്മ എണീപ്പിക്കുകയും ഭക്ഷണം വാരിത്തിരയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത മാഷാ അല്ലാഹ് ആ ഒരു സ്നേഹം കവി അതാ പറയുന്നത്. ولا بد من شكوى إلى ذي قرابة يواسيك أو يسليك أو يتوجع. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും. ഒരു ഖൗമിനെ, ഒരു വിഭാഗത്തെ അല്ലാഹുവിന് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റദിയ ഫലഹു റിളാ. തൃപ്തിപ്പെടുന്നവർക്ക് തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹു സഖതു. ദേഷ്യപ്പെടുന്നവർക്ക് ദേഷ്യമുണ്ട്. എന്താണ് പറഞ്ഞത്? അല്ലാഹ് പരീക്ഷിക്കും. അത് തൃപ്തിപ്പെട്ടാൽ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. അതിന് ദേഷ്യപ്പെടാൻ ഈ പ്രായമുള്ള അഅറാബി പറഞ്ഞ പോലെ പറയാണ്, എന്നെ അല്ലാഹു എന്തേ ഇങ്ങനെ ആക്കിയത്, എനിക്കെന്തേ അസുഖം തന്നത് പറയല്ലേ. ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ദേഷ്യമുണ്ട്. ആരുടെ ദേഷ്യമുണ്ട്? അല്ലാഹുവിന്റെ ദേഷ്യം ഉണ്ടാവും. വേണ്ട, ദേഷ്യപ്പെടണ്ട. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അബ്ദുകളല്ലേ. ഇഷ്ടപ്പെട്ട ആളുകൾ വന്ന് സന്ദർശിക്കുമ്പോൾ രോഗത്തിന് ശമനം വരെ കിട്ടും. ഈ ഭർത്താവിനെ കുറിച്ച് പെണ്ണ് പറഞ്ഞത്, എന്റെ ഭർത്താവ് രോഗിയായി കിടക്കുന്ന ഒരാളോട് ഭാര്യ ആയിരുന്നാൽ പോലും ആശ്വാസ വാക്കുകൾ പറയാൻ പോകാറില്ലെന്നാണ്. മുത്തനബി തങ്ങളാണ് പറയുന്നത്, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, മരിൽതു ഫലം തഉദ്നി. ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്തേ എന്നെ നോക്കാൻ വരാതിരുന്നത്? അപ്പോ മനുഷ്യന്മാര് പറയും, അല്ലാഹ് നിനക്ക് രോഗോ? കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ. നീ ലോക രക്ഷിതാവല്ലയോ അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുന്നത്? നിനക്ക് രോഗം വരെ, നീയല്ലേ റബ്ബുൽ ആലമീൻ. അല്ലാഹുവിന്റെ മറുപടി വരും, അമാ അലിംത, നീ കേട്ടിരുന്നില്ലേ, അറിഞ്ഞിരുന്നില്ലേ? വാട്സപ്പില്, പത്രത്തിലെ, അയൽവാക്കക്കാരുടെ വിവരങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞിരുന്നില്ലേ? അന്നഅബ്ദി ഫുലാന ബിന ഫുലാനിൻ മരിദ ഫലം തഉദുഹു. ഇന്നാലിന്ന ഒരാൾക്ക്, പെണ്ണുങ്ങളെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ, ഇന്നാലിന്ന ഒരു പെണ്ണ് അസുഖമായി കിടക്കാണ്. ആണുങ്ങളെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ, ഇന്നാലിന്ന ഒരാൾ രോഗിയായി കിടക്കുകയാണ്. ഫലം തഉദുഹു, നീ എന്തേ അവരെ പോയി സന്ദർശിക്കാതിരുന്നത്? അവിടെ സന്ദർശിച്ചിരുന്നെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്കിവിടെ കിട്ടുമായിരുന്നല്ലോ എന്ന് അല്ലാഹു നാളെ പറയുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഈ ഭർത്താവിനെ പോലെ ആവരുത്. രോഗികൾ ആശ്വസിപ്പിക്കണം. മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ ഖൗഫി അലൈഹി. നല്ല രസമുള്ള കവിതയാണത്, അറബിയിലെ. അറബി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ശരിക്കും ഇതിന്റെ ആശയം ശരിക്കും ആസ്വദിക്കാൻ കഴിയും. മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ ഖൗഫി അലൈഹി. എന്റെ ഹബീബിന്, എന്റെ കൂട്ടുകാരന് അസുഖമുണ്ടായപ്പോൾ ഞാൻ സന്ദർശിച്ചു. കൂട്ടുകാരന്റെ അസുഖം കണ്ടപ്പോ പേടികൊണ്ട് അസുഖം എനിക്ക് വന്നു. മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ ഖൗഫി അലൈഹി വഅതൽ ഹബീബു യസൂറുനി ഫശുഫീതു മിൻ നദ്രി ഇലൈഹി. കൂട്ടുകാരന് അസുഖമായി, ചെന്ന് കാണാൻ ചെന്നാക്ക് അസുഖമായി. അങ്ങനെ അയാള് കിടക്കുമ്പോ ഈ സുഖായ ആള് വന്നിട്ട് ഇയാളെ കാണാൻ വന്നപ്പോ കൂട്ടുകാരനെ കണ്ടപ്പോ ഇയാൾക്ക് ശിഫയായി. ആദ്യം അസുഖായാളെ പോയി കണ്ടു, പോയാൾക്ക് അസുഖമായി. ആ അസുഖായ ആള് കിടക്കുമ്പോ നേരത്തെ അസുഖം വന്ന ആള് അസുഖം മാറി ഇയാളെ കാണാൻ വേണ്ടി വന്നപ്പോ ഹബീബിനെ കണ്ടതാണ്. ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോഴേ അസുഖം കൊണ്ട് മാറി. وأتى الحبيب يزورني فشفيت من نظري إليه. അതുകൊണ്ടാണ് വേണ്ടപ്പെട്ട ആളുകളൊക്കെ രോഗികളെ ചെന്ന് സന്ദർശിക്കണം.
അഞ്ചാമത്തെ പെണ്ണ് പറയുന്നു സൗജി അയായാഉൻ തബാഖാഉൻ കുല്ലു ദാഇൻ ലഹു ദാഉൻ ശജ്ജകി ഔ ഫല്ലകി ഔ ജമഅ കുല്ലൻ ലകി. അഞ്ചാമത്തെ പെണ്ണ്. ഈ അറബിയൊന്നും ഗൾഫ് പോയാൽ കിട്ടൂല കേട്ടോ. നമ്മളെ വദ്യ ബുദ്ധി സവ്വയിത്ത് വരണ ആ ഒരു അറബിയിലൊന്നും ഈ വാക്കുകൾ കടിച്ചാൽ പൊട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് കിട്ടാൻ തന്നെ ഒരുപാട് ഞാൻ ഹോംവർക്ക് എടുത്തിട്ടുണ്ട്, കുറെ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഈ വാക്കുകളൊന്ന് ശരിക്കൊന്ന് ഒന്ന് തഹലീൽ ചെയ്യാൻ. സൗജി അയായാഉൻ തബാഖാഉൻ, എന്റെ ഭർത്താവ് ശരിക്കൊന്നും മിണ്ടാൻ അറിയാത്ത ആളാണ്. ഒരു കുടുംബിനിയുടെ പരാതി ഇതാണ്. ആകെ സംസാരിക്കാൻ അറിയില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല, ഒരാളോട് വാതുറന്നൊരു കാര്യം ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ആവരുതെന്നാണ്. സൗജി അയായാഉൻ തബാഖാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ തലച്ചോറ് മൂടപ്പെട്ട ആളാണ്. സംസാരിക്കാനും കഴിയില്ല. നല്ലൊരു അഭിപ്രായം ചോദിച്ചവര് നല്ലൊരു അഭിപ്രായം പറയാൻ കഴിയോ? അതിനും കഴിയില്ല. കുല്ലു ദാഇൻ ലഹു ദാഉൻ, എല്ലാ അസുഖം മൂപ്പരുടെ അസുഖം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കില്ലാത്ത കുഴപ്പങ്ങളില്ല. ശജ്ജകി ഔ ഫല്ലകി ഔ ജമഅ കുല്ലൻ ലകി, ചിലപ്പോ തലക്കടി കിട്ടും, അല്ലെങ്കിൽ ശരീരത്തിൽ അടി കിട്ടും, അല്ലെങ്കിൽ തലക്കും ശരീരത്തിനും കൂടെ അടി കിട്ടും. അടിയിൽ ആള് മൂപ്പന. സ്വന്തം ഭാര്യയെ അടിക്കാൻ ഉഷാറാണ്, ബുദ്ധിയില്ല. സംസാരിക്കാൻ ഒരു മാന്യമായൊരു മനുഷ്യന്മാരുടെ മുമ്പിൽ ചെന്ന് വർത്തമാനം പറയാൻ അതൊക്കെ അറിയില്ല. സംസ്കാരമുള്ള വർത്തമാനം പറയാൻ അറിയില്ല. അടിക്കാൻ ആൾ ഉഷാറാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണിന്റെ ഈ പരാതിയാണ് അഞ്ചാമത്തെ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഒരു പെണ്ണിനെ അദബ് പഠിപ്പിക്കുന്നതിന്റെ പേരിൽ, ശിക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങൾ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിടപ്പറകളിൽ വെടിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അവരോട് മിണ്ടാതിരിക്കണമെന്നല്ല. കൂടെ കിടക്കുന്നില്ല, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊരു തഅദീബാണ്, അച്ചടക്കം പഠിപ്പിക്കൽ. കൂടെ കിടക്കുന്നില്ല, ബെഡ്റൂമിൽ മാത്രം കൂടെയില്ല, എന്നിട്ടും നന്നാവാതെ വരികയാണെങ്കിൽ ളർബൻ ഗൈറ മുബർരിഹിൻ, അടയാളം വരാത്ത, ചോര പൊടിയാത്ത ചെറിയ നിലക്കുള്ള അടിക്കൽ അവർക്ക് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? മിസ്വാക്ക് കൊണ്ട് എന്നാ പറഞ്ഞത്. അറാക്ക് കൊണ്ട്, ചൂരൽ വടി കൊണ്ടല്ല അടിക്കേണ്ടത്. അറാക്കില്ലേ, പല്ല് തേക്കുന്ന അറാക്ക് ഗൾഫിലൊക്കെ ചെല്ലുന്നവർക്ക് പെട്ടെന്ന്, നമ്മുടെ നാട്ടിൽ ഇച്ചിരി കുറവാണ് അത് ഉപയോഗിക്കല്. അറാക്കിന്റെ ചെറിയ കഷ്ണല്ലേ, അതുകൊണ്ടടിക്കാം. ചാട്ടവാറുകൊണ്ട് അടിക്കാന്നൊക്കെ ആണെങ്കിൽ അള്ളാന്റെ ദീനിനെ പറ്റി ആരൊക്കെ എന്തൊക്കെ കുതിര കയറും, എന്തൊക്കെ പറയും. മുത്തുനബി തങ്ങൾ അടിക്കണമെന്ന് അനുവാദം തന്ന വിഷയത്തിൽ പോലും അടിക്കേണ്ടത് അറാക്കിന്റെ കൊള്ളി കൊണ്ടാണെന്നാ പറഞ്ഞത്. ചെരുപ്പുകൊണ്ട് അടിക്കണം എന്നല്ല, മുഖത്തടിക്കാൻ പാടില്ല, വയറ് പോലെയുള്ള മർമ്മസ്ഥാനത്ത് അടിക്കാൻ പാടില്ല. അറാക്കിന്റെ ആ ഒരു കമ്പ് കൊണ്ട് അടിക്കാം. ചില സൈക്കോളജി ഉണ്ടത്. ഞാൻ ആ വിഷയം ദീർഘമായിട്ട് പിന്നീട് എവിടെയെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. ചില പെണ്ണുങ്ങൾ അവരുടെ ശരീരപ്രകൃതം മാംസത്തിൽ അടികിട്ടുന്ന പോലെ വേദനിച്ചെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ, അപ്പോഴേ തെളിയുള്ളൂ, അപ്പോഴേ ഒരു ഉണർവ് വരൂ, അപ്പോഴേ തെറ്റിനെ കാണാൻ കഴിയൂ, തിരുത്താൻ കഴിയൂ. അങ്ങനത്തെ പ്രകൃതക്കാരുണ്ടാവുന്നു. ചിലക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, ചിലക്ക് ഉപദേശം കൊണ്ട് മനസ്സിലാവും, ചിലക്കത് മനസ്സിലാവില്ല. അതിന്റെ പേരിലാണ് അത്രേ ശർഅ പോലും ഫദ്രിബൂഹുന്ന, നിങ്ങൾക്ക് അവരെ അടിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കണ്ടു കേൾക്കുന്ന പോലെയുള്ള അടിയല്ല, മിസ്വാക്ക് കൊണ്ട്. അതും ആ ഘട്ടം വരെ അവര് നന്നാവാതെ പോയാൽ മാത്രം. ഫാത്തിമ ബിന്തു ഖൈസ് റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കല്യാണം കഴിക്കാൻ 3 പേര് തയ്യാറായി വന്നിട്ടുണ്ട്. ആരെയാണ് നബിയെ പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത്? ഇത് ചോദിക്കാനാണ് ഫാത്തിമ ബിന്തു ഖൈസ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിന്തു ഖൈസ്, ഖൈസ് എന്നവരുടെ മകൾ ഫാത്തിമ, നമ്മുടെ ഹബീബിന്റെ മോളല്ല. ഫാത്തിമ ബിന്തു ഖൈസ് എന്നവർ പറഞ്ഞു, നബിയേ 3 പുതിയ പിളമാർ എന്നെ വിവാഹം ചെയ്യാനായി വന്നിട്ടുണ്ട്. ഉസാമത്ത് ഇബ്നു സൈദ് വന്നിട്ടുണ്ട്, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ വന്നിട്ടുണ്ട്, അബൂ ജഹ്മും വന്നിട്ടുണ്ട്. നബിയെ, ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? നബിയോട് മശ്വറ ചെയ്യാൻ തങ്ങൾ പറഞ്ഞു,
അമ്മാ മുആവിയ ഫറജുലുൻ സഅലൂകുൻ ലാ മാല ലഹ്. മുആവിയ റജുലുൻ സഅലൂകുൻ, ദാരിദ്ര്യമുള്ള ആളാണ്. ലാ മാല ലഹ്, കയ്യിൽ ചില്ലി കാശില്ല. ഒരു ഭർത്താവൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചരാനും ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനും ജീവിത ചെലവിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇപ്പൊ മക്കളുടെ വിവാഹം ആലോചിക്കുമ്പോൾ ഭർത്താവിന് പൈസ ഉണ്ടോ, ജോലിയുണ്ടോ എന്ന് ആലോചിക്കുന്നതിന് വിരോധമില്ലെന്ന അതിനർത്ഥം. ജീവിച്ചു പോകാൻ കഴിയോ ഇല്ലേ? വലിയ സമ്പത്ത് വേണമെന്നല്ല നമ്മൾ നോക്കേണ്ടത്, ജീവിച്ചു പോകാൻ കഴിയോ ഇല്ലേ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസേ, നിങ്ങൾ തറവാടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന മോളാണ്, നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ മുആവിയ തങ്ങളുടെ കൂടെ കഴിയില്ല. അന്ന് ദരിദ്രനാണ്. ഇതേ മുആവിയ തങ്ങളാണ് പിന്നീട് മില്യണയറായി മാറിയത്. അതാണ് അത്ഭുതം. 5ാം ഖലീഫയായിട്ട് വരുമ്പോ ലോകത്തെ വലിയ പ്രമാണിമാരിൽപ്പെട്ട വലിയ മുതലാളിയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ കല്യാണം ആലോചിക്കുമ്പോ കയ്യിൽ കാശില്ലായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസേ, 3 ആളെ പറഞ്ഞില്ലേ, മുആവിയ 5 കാശ് കയ്യിലില്ല മോളെ, അതുകൊണ്ട് മോളൊന്ന് വെയിറ്റ് ചെയ്തോ. അടുത്ത ആള് അബൂജഹമാണെങ്കിലോ, അബൂജഹം ഫലാ യദഉൽ അസാ അൻ ആതിഖിഹി, പെരടിന്ന് വടി എടുത്തു വെക്കൂല, എപ്പോഴും അടിക്കാൻ ഓങ്ങി നിൽക്കുന്ന ആളാണ്. ദറാബുൽ ലിന്നിസാ, പെണ്ണുങ്ങളെ നന്നായി അടിക്കുന്ന ആളാണ്. അത് വേണ്ട ഫാത്തിമ. ആളൊക്കെ നല്ല ആളാണ്, പക്ഷെ നല്ല ചൂടനാണ്. അങ്ങനെ പറയില്ലേ, പെണ്ണുങ്ങളെ വല്ലാണ്ട് അടിച്ചേക്കും. നബി ഞങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ അബൂജഹമിനെ കല്യാണം കഴിക്കണ്ട, അൻകിഹി ഉസാമ, അതുകൊണ്ട് നിങ്ങൾ ഉസാമയെ കല്യാണം കഴിച്ചോളൂ. ഫനകഹതുഹു, അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബിൻതു ഖൈസ് എന്നവർ കല്യാണം കഴിച്ചു. ഫഖതബത് ബിഹി, മഹദി സന്തോഷകരമായി ജീവിച്ചു. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. എന്തേ? നബിയുടെ മശ്വറയായിരുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിമാർ 10 പേര്, അശറത്തുൽ മുബശ്ശരീൻ, വേറെയും ഒരുപാട് സ്വഹാബിമാർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അശറത്തുൽ മുബശ്ശരീൻ അതിൽപ്പെട്ട ഒരാളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സഅദിൻ സഈദിൻ സുബൈറിൻ, അതാണ് സുബൈർ ഇബ്നുൽ അവ്വാം, ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്. ഹബീബായ നബിയുടെ ഉറ്റ തോഴനാണ്, ഹബീബിന്റെ ഏറ്റവും അടുത്ത വിദ്യാർത്ഥിയാണ്, ഹബീബിന്റെ ഏറ്റവും അടുത്ത മുരീദാണ്, ഹബീബിന്റെ മുരീദാണ്, ഹവാരിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആള് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളാണ്. പക്ഷേ പെണ്ണുങ്ങളെ നന്നായിട്ട് അടിച്ചിരുന്നു, ഭാര്യയെ നന്നായി തല്ലിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ മുമ്പിൽ ഒരു പെണ്ണ് ഉമർ എന്നവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഉമറേ, സുബൈർ ഇബ്നുൽ അവ്വാമിനെ ഞാൻ കല്യാണം കഴിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർ അന്നത്തെ പണ്ഡിതന്മാർ സാദാത്യങ്ങളുമായി കൂടിയാലോചന ചെയ്യുന്നു. ഉമർ എന്നവർ പറഞ്ഞു, യദുൻ ബിഖുറത്തിൻ വയദുൻ ബിഅസാ, ഒരു കയ്യിൽ പെണ്ണിന്റെ മുടിയും മറ്റേ കയ്യിൽ വടിയും. ഇതാണ് സുബൈർ. ഇനി വേണമെങ്കിൽ തീരുമാനിച്ചോ, പെണ്ണിന്റെ മുടിക്ക് പിടിക്കുക, അടിക്കുക. ആള് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണ്, പക്ഷേ ദേശക്കാരനായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ, അടികിട്ടി നീ കുഴഞ്ഞു. തന്റെ ഭർത്താവിനെ കുറിച്ച് 5ാമത്തെ പെണ്ണ് പറഞ്ഞത് ധാരാളം അടിക്കുന്ന ആളാണെന്നാണ്. زوجي عياياء طباقاء كل داء له داء شجك أو فلك. ഷജ്ജ എന്ന് പറഞ്ഞാൽ തല അടിച്ചു പൊളിക്കുന്ന ഷജ്ജ എന്ന് പറയും. ഫല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുറിവ് വരുത്തുകയാണ്. തലക്കും അടിക്കും, ശരീരം. ഒന്നുകിൽ തലക്കടി കിട്ടും, അല്ലെങ്കിൽ ദേഹത്തടി കിട്ടും, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കിട്ടും. ഇങ്ങനത്തെ ആളാണ് എന്റെ ഭർത്താവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന് പറഞ്ഞു കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ ക്ഷമയോടെ കേൾക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ. 11 പെണ്ണുങ്ങളുടെ കഥകളിൽ 6ാമത്തെ പെണ്ണ് പറയാൻ തുടങ്ങി. സൗജി കലൈലി തിഹാമ ലാ ഹർറ വലാ ഖർറ വലാ മഖാഫത വലാ സആമ. എന്റെ ഭർത്താവ് തിഹാമയിലെ രാവിനെ പോലെയാണ്.
ശാന്ത സുന്ദരനാണ്. സൗജി കലൈലി തിഹാമ. തിഹാമ എന്ന് പറയുന്നത് ചെങ്കടലിന്റെ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന മലനിരകളാണ്. അപ്പൊ ഒരു ഭാഗത്ത് കടലാണ്, ബാക്കിൽ മരുഭൂമിയാണ്, തണുത്ത കാറ്റും ഇപ്പുറന്ന് ചൂടും. അപ്പൊ കാലാവസ്ഥ നല്ല സമശീതോഷ്ണമായിരിക്കും, നല്ല എയർ കണ്ടീഷൻഡ് ആയിരിക്കും, നല്ല സുഖാണ് ജീവിക്കാൻ എന്ന് പറയാൻ. ഇതൊക്കെ പറഞ്ഞ കുറ്റായിരുന്നു ഇതുവരെ പറഞ്ഞത്. ഇനി ഒന്ന് രണ്ട്, ഇനി അവസാനം പറയുന്നതാ നബിതങ്ങളെ പോലെ എന്ന് പറയുന്ന സംഭവം. അതാണ് പറയാൻ നേരം ഉണ്ടാവുമെന്ന് അറിയില്ല. പോവാ, ലൈവ് ഉണ്ടോ? 11 കഥ നബിതങ്ങൾ കേൾക്കായിരുന്നു. നമുക്കും കേൾക്കാതിരിക്കാൻ പറ്റുമോ? ക്ഷമണ്ടോ? ലൈലി തിഹാമ. തിഹാമയിലെ രാവിനെ പോലെയാണ്, നല്ല ശാന്തസുന്ദരമാണ്. കൊടിയ തണുപ്പുമല്ല, പൊരിഞ്ഞ ചൂടുമല്ല, അതിന്റെ ഇടയിലാണ് എന്റെ ഭർത്താവ്. പറ്റ തണുപ്പനുമല്ല, എന്ന ചൂടനുമല്ല. ആളൊരു നല്ല മിത സ്വഭാവിയാണ്. വെറുപ്പ് വരില്ല ജീവിതത്തിൽ, മടുപ്പും വരികയില്ല. ജീവിതത്തിൽ മടുപ്പ് വരാണ്ടിരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. ദാമ്പത്യ ജീവിതത്തിൽ മടുപ്പ് വരുന്ന കാലമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ജീവിത പെരുമാറ്റങ്ങളിൽ ഇഷ്ടപ്പെടായ്മയൊക്കെ വരുമ്പോഴും മടുപ്പ് വരും, ജീവിതം മടുത്തുപോകും. മുത്തനബിതങ്ങൾ മടുപ്പില്ലാതെ ജീവിതാന്ത്യം വരെ കൊണ്ടുപോയ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടിച്ചിരുന്ന മാംസം അത് ആയിഷ ബീവി താഴെ വെച്ചാൽ ആ എല്ലെടുത്തിട്ട് ആയിഷ ബീവിയുടെ വായ തട്ടിയ സ്ഥലം നോക്കി നബിയും കടിച്ചു വെക്കും. ആയിഷ ബീവി ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ ബീവിയുടെ ചുണ്ട് തട്ടിയ സ്ഥലം എവിടെയാണോ അത് നോക്കി നബിതങ്ങളും അവിടെ ചുണ്ട് വെച്ച് കുടിക്കും. ഈ റൊമാൻസ് ഒക്കെ നബിതങ്ങൾ കാണിച്ചത് 60 കൊല്ലത്തിന് ശേഷമാണ്. നമ്മൾ 40 കഴിഞ്ഞാൽ തന്നെ രണ്ടാളും 2 റൂമിൽ കിടക്കാൻ തുടങ്ങും. 50 കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും വർത്താനമില്ല, കാണലുമില്ല. ഉമ്മ ഒരു വഴിക്ക്, വാപ്പൊരു വഴിക്ക്, പിന്നെ രണ്ടാളും മിണ്ടലുമില്ല. അങ്ങനെ രണ്ടാളും 2 റൂമിലായിട്ടാണ് മരിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്. 60-ലും 63-ലും മുത്തനബിതങ്ങൾ സ്വന്തം കുടുംബത്തോടുള്ള ഈ ഒരു സ്നേഹവും വാത്സല്യവും മടുപ്പ് വരാതെ കൊണ്ടു നടന്നു. അതാ അതിന്റെ പ്രത്യേകത. ലാ സആമ വലാ മഖാഫ. പേടിക്കേണ്ട ആളില്ല. ചിലർ ഭർത്താക്കന്മാരെ വല്ലാണ്ട് പേടിച്ച് വറക്കുന്നവരുണ്ട്. പടച്ചോനെ അയാൾ വിളിക്കുന്നുണ്ട്, ഫോണൊക്കെ ഇട്ടിട്ട് ഓടുകയാണ് വാതിൽ തുറക്കാൻ. പടച്ചോനെ അയാൾ ബെല്ലടിച്ചിട്ടുണ്ട്, ഇതാ ഓടിച്ചെന്ന് തുറന്നില്ലെങ്കിൽ പ്രശ്നമാ. പടച്ചോനെ അയാൾ ഇതാ ഇപ്പോൾ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. പടച്ചോനെ അയാൾ വരാൻ ഷർട്ട് ഇസ്തിരി വെച്ച് വെച്ചില്ലല്ലോ. പടച്ചോനെ അയാൾ ഇതാ. ഇങ്ങനെ ഓരോ വിഷയത്തിനും പേടിപ്പിക്കുന്ന ആളുകൾ. പേടിപ്പിച്ചുകൂടാ, ആവശ്യത്തിന് ഇത് മതി. നമ്മുടെ വ്യക്തിത്വം നന്നാവുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നന്നാവും. പേടിക്കേണ്ടതില്ല, എന്നാൽ മടുപ്പും വരികയില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ. 7ാമത്തെ പെണ്ണ് പറഞ്ഞു, ആ പെണ്ണിന്റെ ഭർത്താവ് ധീരനാണ്. വീടിന്റെ പുറത്തും ധീരനാണ്, വീടിന്റെ അകത്തും ധീരനാണ്. സൗജി ഇൻ ദഖല ഫഹദുൻ വ ഇൻ ഖറജ അസദുൻ വലാ യസ്അലു അമ്മാ ഉഹിദ. ഇതൊരു വല്ലാത്ത ഭർത്താവാണ്. ഫഹദിന് എന്താ വല്ലാത്ത ഭർത്താവ്? സിംഹം, അസദ് സിംഹം, ഫഹദ് കടുവ അല്ലേ? കടുവയോ സിംഹത്തിന്റെ ആ ഒരു കടുവ അല്ലേ ഫഹദ്. വീടിന്റെ പുറത്ത് അയാൾ കടുവയാണ്, വീടിന്റെ അകത്തയാൾ കടുവയാണ്, വീടിന്റെ പുറത്തയാൾ സിംഹമാണ്. വലാ യസ്അലു അമ്മാ ഉഹിദ. ഒരു കാര്യം ചോദിക്കൂല. അദ്ദേഹത്തിന്റെ സമ്പത്തെടുത്ത് എത്ര ചെലവഴിച്ചാലും എന്തുപയോഗിച്ചാലും ഒരു കണക്കും ചോദിക്കൂല. നീ എന്തേ അത് ചെയ്തത്, ആ പൈസ എവിടെ പോയി, ഇതെവിടെ പോയി, ആ വക ചോദ്യമൊന്നുമില്ല. അയാൾക്കതൊന്നും പ്രശ്നമില്ല. നല്ല ധീരനാണ്. വീടിനകത്തും ആ പെണ്ണുങ്ങൾക്ക് നല്ല ഒരു ധൈര്യം കൊടുക്കാനും സംരക്ഷണം കൊടുക്കാനും പോകുന്ന ഭർത്താവാണ് എന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ആള് പുലിയാണെന്ന് പറയില്ലേ? കുഞ്ഞാലിക്കുട്ടിനെ പറ്റി അങ്ങനെ പറയലില്ല. അപ്പോ ആള് ശരിക്കൊരു പുലിയാണ്, ആളൊരു സിംഹമാണ്. അയാളുടെ സമ്പത്ത്, അയാളുടെ സൗകര്യങ്ങള് ഇതൊന്നും എടുത്ത് ഉപയോഗിച്ചാൽ ഒന്നും അയാൾക്ക് ചോദിക്കാനില്ല. സമ്പത്ത് വാരി വലിച്ചു കൊടുക്കുന്ന ആളാണ്. വേണ്ടതെടുത്തോളൂ മക്കളെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടതെന്താ വാങ്ങിച്ചു കൊണ്ടുവന്നോളൂ, വാപ്പയോട് ചോദിക്കേണ്ട, വേണ്ടതെടുത്തോളൂ. ATM കാർഡും പാസ്വേഡും കൊടുത്തിരിക്കുകയാണ്. അങ്ങനത്തെ ആളാണ്.
അങ്ങനത്തെ ഒരാളാണ് ഏഴാമത്തെ ആളിൻ്റെ. സിംഹാണിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൽസ്വഭാവം വേണം. മുത്തനബി തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു വഖ്തൽ ഗളബ്. ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആള് ഒരാളെ അടിച്ചു വീഴ്ത്താൻ കഴിയുന്ന ആളല്ല. ആര് പറയുന്നു? ഹബീബുനാ റസൂലുള്ളാഹ്. ഒരാളെ അടിച്ചു വീഴ്ത്താൻ കഴിയുന്ന ആളല്ല ശക്തിയുള്ള ആള്, അവനല്ല നല്ല മസിലുള്ള ആളെന്ന് പറയുന്നത്. ആരോഗ്യവാൻ ആരാണ്? ഇന്നമ ശദീദ്, എന്നാൽ ശക്തനായവൻ എന്ന് പറയാൻ പറ്റുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആള്. ദേഷ്യം വരുമ്പോ എന്തൊക്കെയോ വിളിച്ചു പറയാ, എറിഞ്ഞു പൊളിക്കുക, ശകാരിക്കുക, മക്കളെയൊക്കെ അടിക്കുക, പ്രഹരിക്കുക. ഈ വക സ്വഭാവങ്ങളൊന്നും ഒരു പുരുഷനും ഒരു മനുഷ്യനും പാടുള്ളതല്ല. മുത്തനബി ഞങ്ങൾ പറയാ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നിങ്ങളെ പിടിച്ചാ കിട്ടുന്നില്ലേ, നിങ്ങളെ ഒന്നിനും പറ്റൂല. ചില പറയില്ല, ആള് നല്ല ഉഷാറാ, ദേഷ്യം പിടിച്ചാ പിന്നെ പോയി, പിന്നെ ആദ്യം തന്നെ പോയി എന്ന് പറയാൻ നല്ലത്. മൊത്തം പോക്കാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യന് ദേഷ്യം അവനവനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം, ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഹബീബിനോട് വന്ന ഒരാൾ ചോദിച്ചില്ല, നബിയെ എനിക്കൊരു ഉപദേശം തരണം, ലാ തഗ്ളബ്, നിങ്ങൾ ചൂടാവരുത്. നബിയെ വേറെന്തെങ്കിലും, നിങ്ങൾ ചൂടാവരുത്. വീണ്ടും പറഞ്ഞു, നബിയെ വേറെന്തെങ്കിലും വല്ല ദിക്റോ എന്തെങ്കിലുമൊക്കെ ചൊല്ലാൻ കൊടുക്കുന്ന ആള് വിചാരിച്ചത് തങ്ങൾക്കറിയാം ഇയാൾ ദേഷ്യക്കാരനാണ്. തങ്ങൾ വീണ്ടും പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത് തന്നെ, നിങ്ങൾ പൊയ്ക്കോളൂ, അത് മതി നിങ്ങൾക്ക് വിജയിക്കാൻ. അതുകൊണ്ട് പോയതാണ്, ജീവിതത്തിൽ വിജയം ഉണ്ടായി. ദേഷ്യപ്പെടരുത്. ആവശ്യങ്ങൾക്കാവാം, വെറുതെ എന്തെങ്കിലും നാട്ടിൽ നടന്ന വിഷയത്തിലൊക്കെ വീട്ടുകാരോട് വന്ന് ചെയ്തു പോകരുത്. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നു, എന്റെ ഭർത്താവ് കടുവയാണ് വീടിനകത്ത്, സിംഹമാണ് വീടിന്റെ പുറത്ത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും സുസമ്മതനായ ധീരവാനാണ് എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാണെങ്കിലോ സമ്പത്ത് വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ ആരോടും, വീട്ടുകാരോടോ മക്കളോടോ സമ്പത്തിനെ കുറിച്ച് കണക്ക് ചോദിക്കൂല. അങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞു. മുത്തുനബിയോടാണ് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നത്, നബിയെ എട്ടാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി അൽമസ്സു മസ്സു അർനബിൻ വരീഹു റീഹു സർനബിൻ വഅന അഗ്ലിബുഹു വന്നാസു യഗ്ലിബുഹു. സൗജി, എന്റെ ഭർത്താവ്, അൽമസ്സു മസ്സു അർനബിൻ, തൊടുന്നത് മുയലിനെ തൊടുന്ന പോലെ. മുയലിന്റെ ആ ഒരു വളരെ നേർത്ത സൗമ്യനാണ്, വളരെ സ്മൂത്താണ് ആളെന്ന് പറയില്ലേ. ഒരു മുയലിനങ്ങ് തടവി എന്താ മുയലിന്റെ ആ ഒരു ശരീരഘടന, അതന്നെ വളരെ സ്മൂത്താണ്. മണമാണെങ്കിലോ മരുഭൂമിയിൽ ഉണ്ടാകുന്ന സുഗന്ധം നൽകുന്ന സർണബിന്റെ സുഗന്ധമാണ്. നല്ല സുഗന്ധം, അത്ര ഉപയോഗിക്കുന്ന സുന്നത്താണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീട്ടിൽ, പെണ്ണുങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തു പോകുമ്പോ അന്യ ആണുങ്ങളുമായി ഇടപഴകുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അത്ര ഉപയോഗിക്കരുത്. അത്രയേ ഉള്ളൂ. വീട്ടില് ഭർത്താക്കന്മാരൊക്കെ കയറി വരുമ്പോ രാവിലെ മുതലേ ഇട്ട മാക്സി തിരുമ്പാൻ മടിച്ചിട്ടേ, തണുപ്പ് കാലല്ലേ എന്ന് പറഞ്ഞ് വാസനിച്ച് വിയർത്തിട്ട് അതും എന്നിട്ടാ കിടക്കാൻ ചെല്ല. ചെറുക്കന്മാരാണെങ്കിലും നാട്ടിലൊക്കെ നടന്നിട്ട് റൊമാൻസും കഴിഞ്ഞിട്ടാക്കാരം വരിക. ഭാര്യയാണെങ്കിലോ നാറുന്ന നാറ്റവുമായി ഇവിടെ കിടക്കുക. പിന്നെ ആ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? കുളിച്ച് വൃത്തിയാവണം, സുഗന്ധം ഉപയോഗിക്കണം. മുത്തുനബി തങ്ങൾ സുഗന്ധത്തിന് മാത്രം കണക്ക് പറയാത്തത്. അതില് അധിക ചെലവ് എന്ന് പറയാനില്ല, എത്ര വില കൂടിയ സുഗന്ധവും വാങ്ങിക്കാമെന്നാണ്. കാരണം എന്താണെന്നറിയോ? സുഗന്ധം നിങ്ങൾ കുറച്ചേ വാസനിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരാ ബാക്കി വാസനിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കുന്ന പോലെയാണത്. നല്ല വിലപിടിപ്പുള്ള സുഗന്ധമാണ്, വാങ്ങിക്കാം. ശറഅ് ഒരിക്കലും അതിന് വിരോധം പറയൂല. ഇസ്രാഫിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്താതിരിക്കണം. എന്തുകൊണ്ട്? നല്ല വാസന വേണം. അതുകൊണ്ടാണ് ഉള്ളി, വെളുത്തുള്ളിയോ പച്ച ഉള്ളിയോ സലാഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരുമ്പോഴേ വായ നാറ്റമുണ്ടോ എന്ന് നോക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ വായ നാറ്റമുള്ളവർ വരരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. ആദമിന്റെ സന്തതികളായ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്തത് മലക്കുകൾക്കും സഹിക്കാൻ കഴിയില്ല. വായ നാറ്റമുണ്ടാകുമ്പോൾ നിസ്കാരത്തിന് വരുമ്പോൾ മലക്കുകൾ ഉണ്ടാകും അവിടെ. അതുകൊണ്ട് നിങ്ങൾ വായയിൽ ദുർഗന്ധവുമായി വരരുത്.
ഈ പെണ്ണ് പറയാണ് ഭർത്താവിനെ കുറിച്ച്, ഞാൻ അയാളെ അതിജീവിക്കുന്ന ആളാണ് പറഞ്ഞാൽ അവിടെ പ്രമാണിച്ച് മുപ്പത്തിയേരാണ്. ഉണ്ടല്ല ആ വീട്ടിലെ പെണ്ണാണ് അവിടുത്തെ ആണുങ്ങൾ പെണ്ണുങ്ങളാന്ന് പറയുന്ന ചില വീട്ടുകാരുണ്ടാവും. പെണ്ണുങ്ങൾ മഹാപൂക്കിരികളുള്ള നാടുണ്ടാവും. ചില വീട്ടിൽ അങ്ങനെയായിരിക്കും, അവരായിരിക്കും ഭരണം. ഞാൻ അയാളെ അതിജീവിക്കുന്നു, ജനങ്ങളും അയാളോട് അങ്ങനെയാണ്, എല്ലാരും തട്ടിക്കയറുന്നു. ഞാനടക്കം എന്റെ കൺട്രോളിലാ മൂപ്പരുള്ളത്. മൊയലിനെ തൊട്ട പോലെയാണ്, നല്ല സുഗന്ധമൊക്കെയാണ്, നല്ല പച്ചപ്പാവാണ്. അങ്ങനെ പച്ചപ്പാവും വേണ്ട. അന അഗ്ലിബുഹു അന്നാസു യഗ്ലിബു. ഇത് ആ മനുഷ്യൻ വളരെ സൗമ്യനാണെന്നും ആ മനുഷ്യൻ മസ്സു അർനബിൻ അൽ മസ്സു അർനബിൻ തൊടുന്നത് സ്പർശം മുയലിനെ പോലെ എന്ന് പറഞ്ഞത് കൊച്ചുമക്കളോടൊക്കെ ഇടപഴകാൻ കഴിയുന്ന വിധം സൗമ്യ സ്വഭാവമുള്ള ആള്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഹബീബായ നബി തങ്ങൾ കൊച്ചുമക്കളെയും കൊണ്ട് കളിച്ചിരിക്കുകയായിരുന്നു. നബി തങ്ങൾ ഹസൻ എന്നവരെ ഹുസൈൻ എന്നവരെ ഉമ്മ വെക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രായമായ അഖ്റഅബുൽ ഹാബിസ് എന്നവരെ പറഞ്ഞത്, നബിയേ ഇന്നലി അശറതൻ മിനൽ ലബ്നാ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ, ഞാൻ ആരെയും ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല നബിയേ. നബി തങ്ങൾ ഉമ്മ വെക്കുന്ന കണ്ടപ്പോഴേ, ഉമ്മ വെക്കുന്നത് വാത്സല്യമാണ്, സ്നേഹമാണ്. ഉമ്മ വെക്കുന്നത് സ്നേഹപ്രകടനമാണ്. കൊച്ചുമക്കളോട് പ്രത്യേകിച്ചും നബി തങ്ങൾ ഇങ്ങനെ ഹസൻ എന്നവരെ ഹുസൈൻ എന്നവരെ ഉമ്മ വെക്കുമ്പോൾ അൽ അഖ്റഅബിനു ഹാബിസ് എന്നവർ അത്ഭുതത്തോടെ, 10 മക്കളുടെ വാപ്പയാണ് നബിയെ ഞാൻ എന്റെ മക്കളെ ആരെയും ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും ആൾക്കാരെ. മുത്തനബി തങ്ങൾ പറഞ്ഞു, അവ അംലികു അൻ നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു കാരുണ്യം കൊണ്ടുപോയാൽ എനിക്കത് തരാൻ കഴിയുമോ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണ വേണം, സ്നേഹം വേണം. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന സഹ്ലൻ, തട്ടിക്കയറും എന്നായി പെണ്ണ് പറഞ്ഞു. ഞാൻ അയാളെ അന അഗ്ലിബുഹു വന്നാസു യഗ്ലിബു. മുഅ്മിനായ മനുഷ്യനിൽ ചില സ്വഭാവം ഇങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ സഹ്ലുൻ, മുഅ്മിനീങ്ങൾ സൗമ്യരാണ്. അവരോട് തട്ടിക്കയറാൻ ചില ആളുകൾക്ക് ധൈര്യം വരും, അവരൊന്നും മറുത്തു പറയൂല. അങ്ങനെയാണ് ഹബീബായ നബി തങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റജുലൻ സഹ്ലൻ, ഹബീബായ നബി തങ്ങൾ സൗമ്യ സ്വഭാവമുള്ള ആളായിരുന്നു, ദേഷ്യപ്പെടൂല. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അഅ്തമിറു യാ റസൂലല്ലാഹ്, ഹജ്ജ് കഴിഞ്ഞ് വരാ നബിയെ ഞാനൊരു ഉംറ ചെയ്തോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ, അതന്നെ ഒരു വലിയ ഇബാദത്തല്ലേ. സ്വഹാബികളും കൊണ്ട് നബി തങ്ങൾ പൂരാണ് മദീനത്തേക്ക്. ആയിഷ ബീവി, നബിയെ ഞാനൊരു ഉംറ കൂടെ ചെയ്തോട്ടെ. അപ്പോഴാണ് നബി തങ്ങൾ, യാ അബ്ദുറഹ്മാൻ ഇദ്ഹബ് ബിഹാ ഇല തൻഈമി ഫഅംർഹാ. അബ്ദുറഹ്മാനെ, ആങ്ങളയാണ്, ആയിഷ ബീവിയുടെ സഹോദരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ. അബ്ദുറഹ്മാനെ, ആയിഷ ബീവിയെ നിങ്ങൾ തൻഈമിലേക്ക് കൊണ്ടുപോകണം, അവിടെ നിന്ന് ഉംറ ചെയ്യിപ്പിക്കണം. അതാണ് ഇന്നത്തെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലം. ഉംറക്ക് പോയവർക്ക് കാണാൻ പറ്റും. ഹജ്ജ് കഴിഞ്ഞ ആയിഷ ബീവി നബിയോട് ഞാൻ ഉംറ കൂടെ ചെയ്യട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പോ, തൻഈമിലേക്ക് കൊണ്ടുപോ ആയിഷ ബീവി, അബ്ദുറഹ്മാനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ബീവിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ, ബീവി ചെയ്തോട്ടെ. ആഗ്രഹം പറഞ്ഞപ്പോ തങ്ങളത് നിന്നുകൊടുത്തു. അവരൊക്കെ യാത്രക്ക് ഒരുങ്ങി നിൽക്കാൻ. എന്നാലും നബി തങ്ങൾ അതിന് സൗമ്യമായി സമ്മതം മൂളിക്കൊടുത്തു. കാന റജുലൻ സഹ്ലൻ, നബി തങ്ങൾ സൗമ്യനായിരുന്നു. അതുകൊണ്ടാ ഖുർആൻ പറയുന്നത്, ആലു ഇംറാൻ, ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. 9ാമത്തെ പെണ്ണ് പറയാണ്, 9 ഇനി എത്ര ബാക്കിയുണ്ട്? 10, 11, 3 കൂടി ഉണ്ട്. തീർന്നു ഇൻഷാ അല്ലാഹ്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടേ, നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇടങ്ങാറാക്കി എണീപ്പിക്കാനും തോന്നുന്നില്ല. ഇനി ചളിയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അടങ്ങി ഇരിക്കോടുത്ത് ഇരുന്നോട്ടെ. വല്ല കസാരി മറിഞ്ഞ് ചളി വീണ് പോയാൽ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ ഉറങ്ങൂലല്ലോ. ദൂരെ ആയതുകൊണ്ട് എനിക്കൊരു സുഖമില്ല കേട്ടോ. എന്നാൽ അടുത്തേക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. നിങ്ങൾ വരണ്ടേ, മഴ കൊള്ളണ്ട. മഴ ആയതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ദൂരത്താണ് മാത്രം, സാരമില്ല.
ഒരു സഹോദരി ഇവിടെ ഒരു മോതിരം തന്നിട്ടുണ്ട് ദുആരക്കാൻ വേണ്ടി. അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ആമീൻ. അല്ലാഹുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. 10,000 രൂപ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ദുആരക്കാൻ വേണ്ടി വസിയത്തുണ്ട്. അല്ലാഹു തആല ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. ദുആരക്കാൻ ഒരുപാട് വസിയത്തുണ്ട്. 1000, 500 ഒക്കെ ആയിട്ട് ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മൊത്തം നമ്മൾ ഒരുമിച്ച് ദുആ 25,000, 5,000 ഒക്കെ ആയിട്ട് വേറെയും ഇവിടെ വലിയ മാഷാ അല്ലാഹ്. അല്ലാഹു ഇവരുടെയൊക്കെ സ്വതക്ക അല്ലാഹു ഖബൂലാക്കട്ടെ, ആമീൻ. നമുക്കൊരു സ്വലാത്തും കൂടെ ചൊല്ലിയ കുഴപ്പമുണ്ടോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റാൽ ഒരു സ്വലാത്തും കൂടെ. ഇനി എണീപ്പിക്കൂല ഇൻഷാ അല്ലാഹ്, കഴിഞ്ഞു. ഇനി 3 ആളെ ബാക്കിയുള്ളൂ ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. കുടിക്കാൻ വെള്ളം വേണോ? ഇപ്പൊ വേണ്ടല്ലോ അല്ലേ? മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. ഇത് പച്ച വെള്ളാട്ടോ, ചൂടുണ്ട് എന്നുള്ളത്, വേറെ ഒന്നുമില്ല. ഉസ്താദ് ഓർലിസ് കൊടുക്കാന്ന് വിചാരിക്കണ്ട, സാധാരണ. അൽഹംദുലില്ലാഹ്. അത് മതിയെന്ന് പറഞ്ഞോണ്ടാട്ടോ. അൽഹംദുലില്ലാഹ്. 9ാമത്തെ പെണ്ണ് പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊന്നാര നബിയോട് പറഞ്ഞു കൊടുക്കുകയാണിത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വല്ല കഥ നമ്മളെ പെണ്ണുങ്ങൾ പറയാൻ നിന്നാ നമ്മൾ കേൾക്കാൻ നിൽക്കോ? ഇപ്പൊ 11 അതാ നബി തങ്ങൾ നമ്മളും തമ്മിലുള്ള വ്യത്യാസം. തങ്ങൾ അതിങ്ങനെ ചിരിച്ചു കേട്ടിരുന്നു. ഇതിന്റെ അവസാനം വരുന്ന കഥയാണ് ഇതിന്റെ ക്ലൈമാക്സ്. 11ാമത്തെ ആള് പറയണത്. അവിടെ ആ നബി തങ്ങളും കുടുംബവും തമ്മിലുള്ള ബന്ധം വരുന്നത്. അവര് പറഞ്ഞു, 9ാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി റഫീഉൽ ഇമാദ് طويل النجاد عظيم الرماد قريب البيت من الناد. ഒക്കെ ദാലിൽ അവസാനിക്കുന്നത്. زوجي رفيع العماد طويل النجاد عظيم الرماد قريب البيت من الناد. എന്റെ ഭർത്താവിന്റെ വീട് റഫീഉൽ ഇമാദി, ഒരുപാട് അതിഥികളെ സൽക്കരിക്കാൻ കഴിയുന്ന വലിയൊരു വീടാണ്. വലിയ ഡൈനിങ് ഹാളുണ്ട് ഞങ്ങൾക്ക്. അവർ പറഞ്ഞതിനർത്ഥം ഒരുപാട് അതിഥികൾ വരും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വലിയ വീടും വലിയ ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. ഒരൊറ്റ കുട്ടനെ കയറുന്നത് ഇഷ്ടമല്ല. ആൾക്കാർ വന്നാൽ കാലിന്റെ പണൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് വൃത്തിയാക്കേണ്ടി വരും. ആരും വരണ്ടെന്നാ പെണ്ണെന്ന് വിചാരിക്കുന്നത്. വീട് ഇങ്ങനെ ചിത്രത്തിൽ കാണുന്ന പോലെ നിന്നാൽ മതി. കുട്ടികളൊക്കെ വന്നാൽ പിന്നെ ഷോക്കേസിലൊക്കെ കയറും. അവരതെടുക്കും ഇതെടുക്കും, ബാത്റൂം വൃത്തിയാക്കൂല. പിന്നെ നമുക്ക് പണി. അതുകൊണ്ട് ആരും വിളിക്കണ്ട. അതല്ലേ സത്യത്തിൽ ഇപ്പൊ നടക്കുന്നത്. വീട്ടിൽ അതിഥികൾക്ക് പാർക്കാൻ റൂമില്ലാത്ത കാലത്ത് ഒരു ഹാളില് 10ഉം 20ഉം ആൾക്കാരൊക്കെ പായ വിരിച്ച് കിടന്നിട്ടുണ്ടായിരുന്നില്ലേ? സ്നേഹം കൊണ്ട്. ചക്കക്കാലം മാങ്ങക്കാലൊക്കെ ആവുമ്പോ അത് തിന്ന് കിടന്നാ മതി. ഒരു പായയില് തലയണ ഉണ്ടാവില്ല, പുതപ്പുണ്ടാവില്ല. ഒറ്റ റൂമിലൊരു ഹാളില് വരാന്തയിലും കോലായിലും ഒക്കെ കിടന്ന കാലല്ലേ? ഇന്ന് അതിഥി ഗസ്റ്റ് റൂം. ഇത് ഗസ്റ്റ് റൂം, മേലെ ഒരു ഗസ്റ്റ് റൂം വേറെ ഉണ്ട്. ഒരൊറ്റ ഗസ്റ്റോടെ വരൂല. 2 മണിക്കും ആ ഗസ്റ്റ് പറയും ഞങ്ങൾ പേരേക്ക് പോവാട്ടോ. ആരും പാർക്കണില്ല ഗസ്റ്റ് റൂമിൽ. സുബ്ഹാനല്ലാഹ്. അന്ന് ഗസ്റ്റ് റൂമൊന്നും ഇല്ലായിരുന്നു. അന്ന് സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് റൂമും പുരയൊക്കെ ഉണ്ട്, പക്ഷെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതല്ലേ ഇതിനർത്ഥം. സൗജി റഫീഉൽ ഇമാദ്, എന്റെ ഭർത്താവിന്റെ വീട് വലിയ സൗകര്യമുള്ള വീട്, അതിഥികളെ സ്വീകരിക്കാനുള്ള വീടാണത്. അന്നത്തെ പിശുക്കന്മാര് റോഡിന്റെ സൈഡിലാ താമസിച്ചത്. അന്നത്തെ ചെറിയ റോഡ് സൈഡിൽ ചെറിയ സൗകര്യത്തിലുള്ള വീടുകളിലാണ് പിശുക്കന്മാര്. ആരും ഇങ്ങോട്ട് കയറേണ്ട ഒരു സൗകര്യമില്ല. റോഡ് സൈഡിലൊക്കെ ചെറിയ വളരെ കുറഞ്ഞ സൗകര്യത്തിലുള്ള വീടുകൾ. എന്നാൽ ഞങ്ങളുടെ അങ്ങനെയല്ല. തുവീലുൻ നജാദി, ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ക്വാളിറ്റിയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ സൽക്കരിക്കുന്ന ആൾ, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആള്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, മുത്തുനബി തങ്ങൾ ധർമ്മം ഇഷ്ടപ്പെട്ടവരാണ്, ദാനം ഇഷ്ടപ്പെട്ടവരാണ്, അതിഥികളെ സൽക്കരിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസീറുർ റമാദി, വെണ്ണീർ ഒരുപാട് ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരുപാട് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഒരുപാട് വെണ്ണീർ ഉണ്ടാവും. അന്നവരൊക്കെ മലയുടെ മുകളിൽ കയറി തീ കത്തിക്കും. തീ കത്തിച്ചതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഒരു മുതലാളി ഭക്ഷണം വിളമ്പുന്നുണ്ട്, പാവപ്പെട്ട ആൾക്കാർ ഭക്ഷണം വേണോ, ആ തീന്റെ അടുത്തേക്ക് വന്നാൽ മതി, അവിടെ ഭക്ഷണം ഉണ്ട്. അപ്പോഴെ തീ കത്തിച്ച് കാണിക്കും മുതലാളിമാർ, വേണ്ടവര് വന്നോളൂ. അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ കാണിക്കില്ല. അപ്പൊ തീ കണ്ടാൽ അവർ ഓടിച്ചെല്ലും, ഭക്ഷണം ഉണ്ടാവും, അതിഥികളെ സൽക്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 2 അടിമകൾ ഉണ്ടായിരുന്നു. 2 പേരോടും മഹാനായ ഇബ്രാഹിം നബിയുടെ വാഗ്ദാനം, നിങ്ങൾ ഒരു പുതിയ അതിഥിയെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരും. ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊട്ടാര സമാനമായ ഒരു വീടുണ്ടായിരുന്നത്രേ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉസ്താദു തൗഹീദാൻ, ശൈഖുൽ അഖീദയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൻആനിൽ 2 വലിയ വാതിലുകളുള്ള വലിയ കൊട്ടാര സമാനമായ വീട്, കാന ഇൻദഹു ഖസ്റുൻ ഫി അർളി കൻആൻ വലഹു ബാബാൻ. അവിടുത്തെ വേലക്കാരോട് പറയും, ഒരു അതിഥിയെ കൊണ്ടുവന്നാൽ നീ അന്ന് സ്വതന്ത്രനാണ്. എല്ലാരും ഓടും, ഒരു അതിഥിനെ കൊണ്ടുവന്നാൽ മതി, സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ അന്ന് ഒരാളെ പിടിച്ചോണ്ടെന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിസ്മില്ലാ എന്ന് പറയുന്നു. ഞാൻ പറയില്ല, ബിസ്മില്ലാ എന്ന് പറയടോ ഭക്ഷണം കഴിക്കുമ്പോ. ഇബ്രാഹിം നബി കൊടുക്കണ ഭക്ഷണമാണ്. പറഞ്ഞു, ഞാൻ ചൊല്ലൂല. എന്തേ? ഞാൻ ഈ അള്ളാഹിനെ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ കുറെ ബിംബങ്ങളും കുറെ ദേവീ ദേവന്മാരൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് അള്ളാഹിനൊന്നും പറ്റൂല. ഇബ്രാഹിം നബി പറഞ്ഞു, എണീക്ക് പോയിക്കോ, നിനക്ക് ഭക്ഷണമില്ല. സുബ്ഹാനല്ലാഹ്. അയാൾ എഴുന്നേറ്റ് നടന്നു. 60 വയസ്സായ ആളെ അള്ളാന്റെ വഹി വന്നു, ഔഹല്ലാഹു ലഹു യാ ഇബ്രാഹീം അജബൻ ലക, ഇബ്രാഹീമേ നിങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതം. ഖലഖതു ഹാദാ, ഈ മനുഷ്യനെ പടച്ചത് ഞാനാണ്. വലഹു 60 സന, ആ മനുഷ്യന് ഇപ്പോ 60 വയസ്സായിട്ടുണ്ട്. ഉത്ഇമുഹു വഅസ്ഖീ, അയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ഒരു രാത്രി ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ അയാൾക്ക് കൊടുത്തില്ലല്ലേ? അയാൾ പൂജ ചെയ്യുന്ന ആളാണ്, അയാൾ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, അയാൾ ദൈവ നിഷേധം ചെയ്യുന്ന ആളാണ്, അയാൾ ദൈവത്തെ നിഷേധിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും 60 കൊല്ലം ഞാൻ അന്നം കൊടുത്തിട്ടുണ്ട്, ഒരു ദിവസം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലേ? വിശ്വാസത്തിന്റെ പേരിലാണോ നിങ്ങൾ അന്നം കൊടുക്കാതിരുന്നത്? മനുഷ്യനല്ലേ, ഭക്ഷണം കൊടുക്കണ്ടേ? ജാതിയും മതവും നോക്കാതെ സഹായം ചെയ്യണ്ടേ? ഇബ്രാഹിം നബി ഓടിച്ചെന്ന് പിന്നാലെ, വരി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട്, എനിക്ക് വേണ്ട. അല്ല, നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് വരണം. തിരിച്ചു കൊണ്ടുപോയി. ഇബ്രാഹിം നബിയോട് പറയാം, എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പറഞ്ഞതാണോ നിങ്ങളോട്? അതെ, ഞാൻ അള്ളാഹു വിശ്വസിക്കാണ് കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അതിഥിയാണ് അബുദ്ദൈഫാൻ, ഇബ്രാഹിം നബിന്റെ പേര്, അതിഥികളുടെ ആള്. ഈ പെണ്ണിന്റെ ഭർത്താവ് അതിഥി സൽക്കാരപ്രിയനാണ്. അങ്ങനെ ഉണ്ടാവും, വീട്ടുകാരോടൊന്നും വല്ല ജുമഅ കഴിഞ്ഞ് ഒരു മുതഅല്ലിം ഉണ്ടാവും, അത് പറയാൻ വന്ന കുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സ്ഥാപനത്തിന്റെ പിരിവേറ്റ് വന്ന കുട്ടികളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വന്ന മുതഅല്ലിമീങ്ങൾ ഉണ്ടാവും. വീട്ടിലേക്ക് വരുമ്പോ ഒരു 10 ആള് വാപ്പാനൊപ്പം ഉണ്ടാവും. ഭക്ഷണം വിളമ്പിക്കോളിട്ടോ എന്ന് പറയും. അപ്പൊ പെണ്ണുങ്ങൾക്ക് അറിയാൻ എന്തായാലും കുറച്ച് ഭക്ഷണം ഏറെ വെക്കണം, വെള്ളിയാഴ്ച ആരെങ്കിലും വാപ്പ വിളിച്ചുകൊണ്ടുവരും, ഭർത്താവ് വിളിച്ചു കൊണ്ടുവരും. ഇങ്ങനത്തെ സൽക്കാരപ്രിയരുണ്ടാവും. മാഷാ അല്ലാഹ്, അതൊരു നല്ല കാര്യമാണ്. അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. നബി തങ്ങൾ കാന അലൈഹിസ്സലാത്തു വസ്സലാം അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദാനശീലനാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും തങ്ങൾക്ക് കൊടുക്കാനില്ല, തങ്ങൾ ഉള്ളതെല്ലാം കൊടുക്കും. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ, റമളാനിൽ നബി തങ്ങൾ ധാരാളം കൊടുക്കുന്ന ആളായിരുന്നു. നമുക്ക് വരാനായി, കാര്യമായിട്ട് സ്വതക്കകളൊക്കെ കൊടുക്കേണ്ട സമയമാണ്.
ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വരും റമദാനിൽ. അതുവരെ ഇറങ്ങിയ ആയത്തുകൾ മുഴുവനും ഹബീബിനെ കൊണ്ട് ഓദിപ്പിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കും. ഫകാന റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്വദ ബിൽ ഖൈർ മിനർ റീഹിൽ മുർസല, കാറ്റടിച്ചു വീശുന്ന പോലെ വാരിക്കോരി കൊടുക്കുമായിരുന്നു നബി തങ്ങൾ റമദാനിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളും റമദാനിൽ സ്വതക്ക വർദ്ധിപ്പിക്കുക. അറബികളിൽ ഏറ്റവും നല്ല ദാനശീലർ ആരാണ് എന്ന വിഷയത്തിൽ ഒരു ചർച്ച നടന്നു അറബികൾക്കിടയിൽ. ചില ആൾക്കാർ പറഞ്ഞു ഏറ്റവും നല്ല ദാനശീലൻ അറാബത്തുൽ ഔസിയാണ്. കാരണം രാവിലെയും വൈകുന്നേരവും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. വേറൊരു കൂട്ടർ പറഞ്ഞു അല്ലല്ല, അറാബയല്ല, അബ്ദുല്ലാഹി ഇബ്നു ജഅഫറാണ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ തങ്ങളാണ് ഏറ്റവും നല്ല ധർമ്മിഷ്ഠൻ. വേറൊരു കൂട്ടർ പറഞ്ഞു അല്ലല്ല, വേറെ പാനല്. അവര് പറഞ്ഞു അക്റമുൽ അറബി, അറബികളിൽ ഏറ്റവും നല്ല ഔദാര്യവാൻ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ, മഹാനായ സഅദ് ഇബ്നു ഉബാദയുടെ മകൻ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദയാണ്. ഒരു പറഞ്ഞു നോക്കല്ലേ, ഇതിൽ ആരാന്ന് ശരിക്കും നമുക്കൊന്ന് നോക്കല്ലേ എന്ന് പറഞ്ഞു. ഓരോരുത്തരെ പറഞ്ഞയച്ചു, റെസിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പോയിക്കോ ചോദിച്ചു നോക്കി എന്താ തരുന്ന നോക്കാലോ. അപ്പൊ ഈ മൂന്നാൾക്കും അറിയില്ല, പരീക്ഷിക്കാൻ വരികയാണ്. അങ്ങനെ വന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ അത്വയ്യാർ തങ്ങളുടെ മുമ്പിൽ വന്നു. രണ്ട് കൈകളും അല്ലാഹുവിന് വേണ്ടി മുഅ്തയിൽ കൊടുത്തുപോയ മഹാനായ ജഅഫർ എന്നവരെ അല്ലാഹു രണ്ട് ചിറക് കൊടുത്തു സ്വർഗ്ഗലോകത്ത് പറക്കാൻ. ജഅഫർ അത്വയ്യാർ അവരുടെ മകനാണിത്, നല്ല ധർമ്മിഷ്ഠനാണ്. മഹാനവരുടെ മുമ്പിലേക്ക് ചെന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞു നോക്കുമ്പോ മഹാനായ ജഅഫർ എന്നവരുടെ മകൻ ഈ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവര് ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. ഷാമിലേക്ക് യാത്ര പോകുന്നു. മഹാനവരുടെ കയ്യിൽ ഒരു വാളുണ്ട്, ഒരു കുതിരയുണ്ട്. അങ്ങനെ ചെന്നു നോക്കി, എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ മോനെ, ഞാൻ ഷാമിലേക്ക് പോവാ. ഈ കുതിരയും എന്റെ കയ്യിലുള്ള യാത്രക്കാർ കൊണ്ടു നടക്കുന്ന വാള് ഇന്നത്തെ സംരക്ഷണത്തിന് ഇത്രയുള്ളൂ മോനെ എന്റെ കയ്യിൽ. ഇത് മോൻ എടുത്തോ, ഞാൻ ഇവിടെ വല്ല മരത്തിന്റെ താഴെ വിശ്രമിച്ചോളാം. ഏതെങ്കിലും യാത്രാ സംഘം വരുമ്പോ ഞാൻ ഷാമിലേക്ക് അവരുടെ കൂടെ പോയിക്കോളാം. മോനത് കൊണ്ടുപോയിക്കുമെന്ന് ഇയാൾ അതെടുത്തു പോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടാവും ആൾക്കാര്. കോഴിക്കോട്ട് പോകാൻ ബസ് കാത്തിക്കാണ്, ഈ ബസ് ഫെയർ ഉണ്ട് എന്റെ അടുത്ത്, എടുത്തോ, ഞാൻ പിന്നെ എങ്ങനെയും പോന്നോളാം. അങ്ങനെ ആരെങ്കിലും പറയോ? എന്റെ അടുത്തില്ല, ആകെ ബസ് ഫെയർ അല്ലേ ഉള്ളൂ എന്നല്ലേ പറയാ. ആ ഉള്ളത് എടുത്തു കൊടുക്കാൻ കഴിയാ. ആ കുതിരയും കൊടുത്തു, ആ വാളും കൊടുത്തു. പിന്നെ ചെന്ന് നോക്കുന്ന മറ്റൊരാളെ കാണാൻ ചെന്നത് മഹാനായ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ അടുത്തേക്കാണ്. ഒരാൾ പാവപ്പെട്ട ആളാണേ, വല്ലതും തരണേ. അപ്പോ വീട്ടുകാരി, വേലക്കാരി പെണ്ണ് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, എന്താ വിഷയം? ഞാൻ പാവാണേ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്റെ മൗലായി നായിം, എന്റെ ഉടമസ്ഥൻ ഉറങ്ങാണ്. അതുകൊണ്ട് ഇതാ 1000 ദീനാറുണ്ട്, കൊണ്ടുപോയിക്കോളൂ. ആൾ ഉണർന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ തന്നേനെ. വരുന്നവർ 1000 ദിർഹം എന്ന് പറഞ്ഞ വെള്ളി നാണയ, ഇത് ദീനാറാണ്, സ്വർണ്ണ നാണയമാണ്. 1000 സ്വർണ്ണ നാണയം, അതിന് ഇന്ന് വില മില്യണുകളായിരിക്കും. 1000 സ്വർണ്ണ നാണയം കൊടുത്തു. ഇതാ എന്റെ മൗല ഉറങ്ങാൻ, ഈ പറഞ്ഞ ആള് ഉറങ്ങാൻ. പക്ഷേ ആര് വന്നാലും കൊടുക്കാൻ ഇവിടെ തന്നതാണിത്, കൊണ്ടുപോയിക്കോളൂ. 1000 ദീനാർ. ഇത് സംഭവിച്ച കഥയായിട്ട്, വെറുതെ ഇല്ലാത്ത ബടായി കഥ പറയല്ലേ, ഉള്ള സംഭവമാണിത്. സ്വഹാബിമാരാണ് ഇതിൽ പലരും. പിന്നെ ചെന്നു മഹാനായ അറാബത്തുൽ ഔസിയുടെ മുമ്പിലേക്ക്. മഹാനവറുകൾ പ്രായമായി കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട് 2 അടിമകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അറാബത്തുൽ ഔസി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോവുക. അപ്പോഴാ ചോദിച്ചത്, വല്ലതും തരണേ, എന്തെങ്കിലും തരണേ, ഞാൻ പാവപ്പെട്ട ആളാണ്. മോനെ, എന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോയല്ലോ മോനെ, ഈ 2 അടിമകളെ എനിക്കിനി ബാക്കിയുള്ളൂ, നീ അവരെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ ആ 2 അടിമകളെയും റിലീസാക്കി കൊടുത്തു. ഈ മനുഷ്യൻ ചുമരിൽ തപ്പിത്തടഞ്ഞ് കണ്ണു കാണാത്ത ഈ മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നുപോയി. ആകെ സഹായിക്കാനുണ്ടായ 2 അടിമകളാണ്. എല്ലാം കൊടുത്തു തീർത്തിട്ട്
അങ്ങനെ അറബികൾ മുഴുവനും പ്രഖ്യാപിച്ചു അക്റമുഹും അറാബത്തുൽ ഔസി, ഔസുകാരനായ അറാബയാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അക്റമുൽ അറബ്, അറബികളിൽ ഏറ്റവും വലിയ ദാനശീലൻ ഇയാളാണ്. നടക്കാൻ കഴിയാത്ത ആൾക്ക് സഹായത്തിനുണ്ടായ 2 അടിമകളല്ലേ ഈ കൊടുത്തത്. അത് വല്ലാത്ത കൊടുതിയല്ലേ. അതിന് വെല്ലാൻ മാത്രം ആയില്ലല്ലോ മറ്റ് 2 പേരുടേതും. അതും വലുതായിരുന്നു. വാളും കുതിരടക്കാൻ കൊടുത്തത് യാത്ര പോകുന്ന നേരത്ത്. അത് മുഴുവെടുത്തു, ലഗേജ് മുഴുവൻ കൊണ്ടേക്കുമെന്ന് പറയുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. അറാബത്തുൽ ഔസിയാൻ അക്റമുൽ അറബ്. ഇദാ മാ റായത്തുൻ റുഫിഅത് ലിമജ്ദിൻ തലഖാ അറാബത്തുൻ ബിൽ യമീനി. ഔദാര്യശീലത്തിന് വല്ല കൊടിയുമുണ്ടെങ്കിൽ ആ കൊടി വലത് കൈയിൽ ഉയർത്തിപ്പിടിക്കാൻ യോഗ്യതയുള്ളത് അറാബത്തുൽ ഔസിക്കാണെന്ന് കവി പറയാൻ കാരണം അതാണ്. ഈ പെണ്ണ് പറയുന്നു തന്റെ ഭർത്താവിനെ കുറിച്ച്, റഫീഉൽ ഇമാദി, അതിഥികളെ സ്വീകരിക്കുന്ന ആളാണ്. തൊവീലുൻ നിജാദി, തൊവീലുൻ നിജാദ് എന്ന് പറഞ്ഞാൽ വാള് നീളമുള്ള ആളെന്നാണ്. യുദ്ധക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്ന ധീരനാണ്, നല്ല ധീരനാണ്. അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. അദീമുർ റമാദി, അവിടെ വെണ്ണീർ കൂട്ടിക്കിടക്കാണ്. പറഞ്ഞ അതിഥികൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിട്ടെ അതുകൊണ്ടുള്ള വെണ്ണീറൊക്കെ ഒരു കൂമ്പാരായി കിടക്കാണ്. അത്രയും ധർമ്മശീലനാണ്. ഖരീബുൽ ബൈത്തി മിനന്നാദ്, ജനങ്ങളുടെ അടുത്ത് വീട് വെച്ചിട്ടുള്ള ആളാണ്. പിഷ്കന്മാരാണ് ജനങ്ങൾക്ക് വരാൻ പറ്റാത്തടത്ത് വീട് വെക്കുക. കുറെ ഉള്ളിന്റെ ഉള്ളിൽ കുഴിയും സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ടാരും വരൂല പിരിവ് ചോദിച്ചിട്ട്. എന്തേന്നറിയോ, അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാതിന് എന്ത് പ്രയാസമാണ്. അന്ന് അറബികളുടെ കഥ അങ്ങനെ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കഥയിൽ ഒരുപക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചെല്ലും. വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ, കൃഷിയിടങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വീട് വെക്കും. അതല്ല വിഷയം. അറബികൾ ജനങ്ങൾക്കിടയിൽ വീട് വെക്കുന്ന ആൾ ധർമ്മിഷ്ഠനായിരിക്കുന്ന. അല്ലാത്തവരൊക്കെ എവിടെയെങ്കിലും ദൂരത്ത് പോയി ആരും വരണ്ടെന്ന് വിചാരിച്ച വീട് വെക്കുക. ഇയാളുടെ വീടാണെങ്കിലോ ഖരീബുൽ ബൈത്തി മിനന്നാദ്, നാദി എന്ന് പറഞ്ഞാൽ ക്ലബ് എന്നാണ്. ക്ലബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പൊ ക്ലബിനോടടുത്താണ് വീട് എന്ന ഈ വാക്കിന്റെ വാക്കർത്ഥം വെച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ താമസിക്കുന്ന ആളാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, ധീരനാണ്. എന്റെ ഭർത്താവ് അങ്ങനെയാണ്. 10ാമത്തെ പെണ്ണ് പറഞ്ഞു തന്റെ ഭർത്താവ് ഔദാര്യവാനാണ്. അതൊക്കെ നല്ല സ്വഭാവമാണ്. ഖാലത്തിൽ ആശിറതു, നബിയെ 10ാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി മാലികുൻ വമാ മാലിക്, മാലികുൻ ഖൈറും മിൻ ദാലിക്, ലഹു ഇബ്ലുൻ ഖലീലാത്തുൽ മസാരിഹി കസീറാത്തുൽ മബാരികി ഇദാ സമിഅന സൗതൽ മസാഹിരി ഐഖന്ന അന്നഹുന്ന ഹവാലികു. നബിയെ 10ാമത്തെ പെണ്ണ് പറഞ്ഞു തന്റെ ഭർത്താവ് ഒരുപാട് സമ്പത്തുള്ള ആളാണ്. ഒരുപാട് സമ്പത്ത്, ഒട്ടകങ്ങൾ ഒരുപാടുണ്ട്. ആ ഒട്ടകളെയൊന്നും മേക്കാമിടുന്ന ആളല്ല. ഒട്ടകങ്ങളെ അവരുടെ കൂട്ടിലാക്കി അവർക്ക് തീറ്റ കൊടുക്കുന്ന ആളാണ്. ആ ഒട്ടകങ്ങൾ ധാരാളം മുട്ടുകുത്തുന്നവയാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളെ മേക്കാൻ വിട്ടാൽ അതിഥികൾ വന്നാൽ അവർക്ക് മാംസമായി കൊടുക്കാൻ കിട്ടൂല. പിന്നെ വലയിടത്തല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടോ. ഇദാ സമിഅന സൗതൽ മസാഹിരി, അന്ന് അതിഥികൾ വരുമ്പോ ജാഹിലിയ്യ കാലത്ത് ദഫ് മുട്ടുന്ന പരിപാടിയുണ്ട്. ദഫ് മുട്ട് കേട്ടാൽ അതിഥികൾ വരുന്നു എന്നർത്ഥം. അതിഥികളെ സ്വീകരിക്കുമ്പോൾ ദഫ് മുട്ടും. ഈ ഒട്ടകങ്ങൾക്കറിയാം ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒട്ടകങ്ങളെ വലിയ വലിയ സദസ്സുകൾ ഉണ്ടാക്കി അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന വലിയ ഔദാര്യമാണ് എന്റെ ഭർത്താവ് എന്നാണ് പറയുന്നത്. ഇനിയാണ് 11ാമത്തേത്. ഇതാണ് അബീ സർഅ് എന്ന് പറയുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ഉമ്മു സർഅ് പറയുന്ന വാക്കുകൾ. ഉമ്മു സർഅ് എന്ന പെണ്ണ് ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവസാനിക്കാൻ പോവാണ്. ഖാലത്തിൽ ഹാദിയതു അശറത, 11ാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയേ സൗജി അബൂ സർഅ്, എന്റെ ഭർത്താവിന്റെ പേര് അബൂ സർഅ് എന്നാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലും ഒക്കെ ഉള്ള ഈ ഹദീസ് ഉമ്മു സർഅ്, ഉമ്മു സർഇന്റെ ഹദീസ് എന്ന് അറിയപ്പെടുക. ഉമ്മു സർഅ് എന്ന് പറയുന്ന പെണ്ണാണ് ഈ പറയുന്നത് തന്റെ ഭർത്താവ് അബൂ സർഇനെ കുറിച്ച്. സർഇന്റെ ഉമ്മ, സർഇന്റെ വാപ്പാൻ, അവരുടെ മക്കളുടെ പേരായിരിക്കും സർഅ്. അബൂ സർഅ്, എന്റെ ഭർത്താവ് അബൂ സർഅ്. വമാ അബൂ സർഇൻ, അബൂ സർഇനെ പറ്റി എന്താണ് പറയാനുള്ളത്?
അനിസുൻ മിൻ ഹുലി ഉദുനി, എന്റെ ചെവിയിലെ ആഭരണത്തെക്കാളും എനിക്ക് ഇഷ്ടമാണ് അയാളെ. പെണ്ണുങ്ങൾക്ക് ആഭരണത്തെക്കാളും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. ആഭരണത്തെക്കാളും ഇഷ്ടമാണ് എനിക്ക് അയാളെ. തീർന്നിട്ടില്ല കേട്ടോ. ആ മനുഷ്യൻ സ്നേഹമുള്ള ആളാണ്. എന്റെ മനസ്സിലേക്ക് നെയ്പ്പാട പോലെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. എനിക്ക് അത്രയും അയാളെ ഇഷ്ടമാണ്. അയാൾ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ഒരുപാട് പൈസ തന്നിട്ടുണ്ട്. ആ നേരത്ത് എനിക്കൊരു അഭിമാനം തോന്നിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ചെല്ലുമ്പോ ഈ വള എപ്പോഴാണ് വാങ്ങിച്ചത്? അത് പിന്നെ ഞാൻ അവിടെ പോയപ്പോ എന്റെ ഭർത്താവ് വാങ്ങിച്ചത്. അപ്പൊ ഇത് ഡയമണ്ട് തന്നെയാണല്ലോ, വെറുതെ കല്ല് വെച്ചതാണ്. ഇത് ഡയമണ്ട് ആണെന്നേ, അത് മുമ്പര് വിവാഹത്തിന്റെ ആ ഒരു വാർഷികം വന്നപ്പോ തന്നതാ. പിന്നെ ഇതോ, അത് പിന്നെ എനിക്ക് വിരലും വിടാൻ സ്ഥലമല്ല, അതുകൊണ്ട് മോതിരം വാങ്ങൽ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ബടായി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. ചിലതുള്ളതായിരിക്കും, ചിലതില്ലാത്തതായിരിക്കും. അപ്പൊ ഇല്ലാത്ത പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പഠിച്ചോനെ ഓളക്കൊരു ഭാഗ്യം. ഞാനിത് 10 കൊല്ലം മുമ്പ് കൊണ്ടടക്കാൻ എന്റെ മാപ്പിളയോട് എത്ര കാലമായി പറയുന്നു, മാറ്റിത്തരുമോ എന്ന് ചോദിച്ചിട്ട് ഇതന്നെ ധാരാളല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടടക്കാണ്. അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരുടെ ഇടക്ക് ചെല്ലുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാ ആഭരണം വാങ്ങിക്കണമെന്നറിയോ? അവർ കെട്ടിക്കൂട്ടി കൊണ്ടിടക്കാൻ അതാരെങ്കിലും കാണണം. അത് കല്യാണത്തിന് പോകുമ്പോഴെങ്കിലും വെറുതെ ഒന്ന് കുപ്പായ കൈയൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട്, അല്ലാതെ വല്ല സമാധാനം കിട്ടുമോ? ആരെങ്കിലും കാണിച്ചിട്ട് അവരതിലൊരു ഊറ്റം കൊള്ളുമ്പോ, അവർക്ക് ഊറ്റല്ലെങ്കിലും ഈ പറയുന്ന പെണ്ണിനെങ്കിലും ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിങ്ങനെ കാണിക്കുമ്പോ അവർക്ക് തോന്നുന്നൊരു നിരാശയിൽ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അതിനാണ് ഈ പരിപാടിയൊക്കെ. അങ്ങനെ സാധാരണ പറയല്, ഒരാൾക്കൊരു വാഹനം ഉണ്ടാകുമ്പോ ആ വാഹനം ഉണ്ടായതിന്റെ സന്തോഷമല്ല, മറ്റോനില്ലല്ലോ എന്നുള്ള സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആവരുത് എന്നാണ് കേട്ടോ. അങ്ങനെ ആവരുത്. ഒരു വീട് വെക്കുമ്പോ അൽഹംദുലില്ലാഹ് വീടായല്ലോ നല്ല സന്തോഷിക്കണത്, മറ്റോനില്ലല്ലോ എനിക്കല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ പെണ്ണ് പറയാ, എനിക്ക് അയാൾ ഒരുപാട് തന്നു. എനിക്കൊരുപാട് അയാൾ പൈസ തന്നു. അപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ അടിയിലൊക്കെ ചെന്ന് ഇങ്ങനെ ഞെളിയാൻ തുടങ്ങി. അവരുടെ മുമ്പിലൊക്കെ ചെന്ന് എന്റെ സമ്പത്തും പെരുമയും ഞാൻ കാണിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വജദനി ഫീ അഹ്ലി ഗുനൈമത്തിൻ ബിശഖ്ഖിൻ. എന്നെ കല്യാണം കഴിച്ചത് എന്റെ വീട്ടുകാര് ആടുകളെ മേച്ച് നടക്കുന്ന ഒരു കന്നുകാലികളെ വളർത്തുന്ന ഒരു വീട്ടിൽ നിന്ന് എന്നെ കെട്ടിക്കൊണ്ടുവന്നതാണ്. ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ് ഞങ്ങളേത്. ഫജഅലനി ഫീ അഹ്ലി സുഹീലിൻ വഅതീതിൻ വദാഇസിൻ വമുന്നഖിൻ. അങ്ങനെ കല്യാണം കഴിച്ച എന്നെ അയാൾ കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ ആടുകളെ വളർത്തുന്നവരാ. ഇവിടെ നോക്കുമ്പോ കുതിരകളാണ്. ഞങ്ങൾക്കൊരു എമ്മേറ്റ് ഉള്ളൂ. ഇവിടെ നോക്കുമ്പോ ബെൻസാണെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആ കാലം അങ്ങനെ. ഞാൻ വരുന്ന വീട്ടിൽ ഒന്നുമില്ല, ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഇവിടെ നോക്കുമ്പോ വലിയ വലിയ BM-ഉം വലിയ വലിയ റേഞ്ച് റോവറൊക്കെ കിടക്കണത്. ഞാൻ അത്ര ദാരിദ്ര്യത്തിൽ നിന്ന് വന്നതാ. ഇവിടെ നോക്കുമ്പോ വലിയ വലിയ സൗകര്യങ്ങളാണ്. ഞാൻ ആടുകളെ മേക്കുന്ന കുടുംബമാണ്. എന്നാൽ വന്നപ്പോൾ ഫി അഹ്ലി സുഹീലിൻ. സുഹീൽ എന്ന് പറഞ്ഞാൽ കുതിരയുടെ ശബ്ദമാണ്. ഒട്ടകത്തിന്റെ ശബ്ദത്തിനാണ് അത്വീത്ത് എന്ന് പറയാ. ഞാൻ ഒരുപാട് സമ്പത്തുള്ള ഒരു വീട്ടിൽ വന്നാണ് കയറിയത്. ദാഇസ് മുന്നഖ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോഴികളുണ്ട് എന്നർത്ഥം. ഇന്നലഹു ദജാജൻ, കുറേ കോഴികളൊക്കെ വളർത്തുന്ന ആളാണ്. പക്ഷികളുണ്ട്, കോഴികളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. പറയണ്ട. ഞാൻ വന്നത് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന്. വന്നു നോക്കുമ്പോ എന്തൊരു റാഹത്ത്, മാഷാ അല്ലാഹ്. ഇങ്ങനെ പറയാം. ഫഇൻദഹു അഖൂലു ഫലാ അഖ്ബഹു. ഞാൻ എന്ത് പറഞ്ഞാലും അയാൾ എന്നെ കുറ്റപ്പെടുത്തൂല. ഞാൻ സംസാരിക്കും, നീ ഇല്ലാത്തടന്ന് വന്നതല്ലേ, അതൊന്നും എന്നെ പറ്റി പറയൂല. എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞ കേസുകളിൽ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തി, അവൾക്കും ജ്യേഷ്ഠത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്ക് വീട് വെച്ചെടുത്തു. ഇതൊക്കെ ചെയ്തിട്ട് പ്രേമത്തിന്റെ കൂടെ പോയ പെണ്ണുങ്ങളുണ്ട്. കഴിഞ്ഞ കാലം മുഴുവൻ മറന്നിട്ട് അപ്പം കൊണ്ടുവന്ന് എത്തിയുമായിക്കോട്ടെ, പാവല്ലേ എന്ന് വിചാരിച്ച് കെട്ടിയതാണ്. പക്ഷെ പിന്നെ അവൾ ആ കഥയൊക്കെ മറന്നു. പിന്നെ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടി. ഇതിലൊക്കെ നടന്ന് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്.
ഒരു പാവപ്പെട്ട കുട്ടിയെ മതി. എത്രയോ വലിയ വലിയ കുടുംബങ്ങളിലുള്ള ചെറുപ്പക്കാർ അങ്ങനെ വിവാഹം ചെയ്തിട്ട് സങ്കടപ്പെടുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ അയാൾ എന്റെ ശബ്ദം മുറിക്കാറില്ല, എന്നെ കേട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. ഭർത്താവ് ഭാര്യയുടെ സംസാരം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് അത് അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ്. നീ മിണ്ടണ്ടെന്നല്ലേ പറയാ, അങ്ങനല്ലേ പറയല്ലേ. അവള് മിണ്ടിക്കോട്ടെ, അവൾ സംസാരിക്കട്ടെ, ഭാര്യ അവളുടെ അഭിപ്രായം പറയട്ടെ, അവർക്ക് പറയാനൊരു ചാൻസ് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് വളർന്നത്. ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ നേരം വെളുത്തിട്ട് ഞാൻ ഉണരുള്ളൂ. നിസ്കാരമില്ലാത്ത കാലത്തെ കഥയാണ് പറഞ്ഞത്, സുബ്ഹി ഉണ്ടായതിന്റെ ശേഷമല്ല എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ കഥ പറഞ്ഞിരുന്നിട്ടേ. വീട്ടില് വേലക്കാരുണ്ട്, ഞാനൊരു 10 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുള്ളൂ. ആ വീട്ടിലൊരു കുഴപ്പമില്ല. മറ്റേത് അങ്ങനല്ല, അമ്മായിമെങ്കിലും ഡിസ്മിസ് ആക്കൂലേ. രാവിലെ 10 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നാൽ കല്യാണം കഴിഞ്ഞ കുട്ടികള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എനിക്ക് ആ വീട്ടിലൊരു കുഴപ്പമുണ്ടായിട്ടില്ല, പെണ്ണുങ്ങൾ പറയാം. സുബ്ഹാനല്ലാഹ്. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കും ഭർത്താവിന്റെ കൂടെ. അങ്ങനെ വൈകിയാണ് ഉറങ്ങി പിന്നെ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ വരണമെന്ന് ഒരു നിർബന്ധം അവിടെ ഇല്ല. ഞാനൊരു ഇല്ലാത്തോടുന്ന് വന്ന പെണ്ണല്ലേ, അതൊന്നും എന്നെ പറ്റി ഇവര് പറയാറില്ല. ഉമ്മു സറഅ പറയാണ്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, വഅശ്റബൂ ഫഅതഖമ്മഹു. ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളമൊക്കെ, ഏതൊക്കെ ജ്യൂസാ ഞാൻ കുടിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണോ എന്തൊക്കെ ഞാൻ കഴിക്കും. എനിക്കവിടെ സന്തോഷമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇയാളുടെ ഉമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, അമ്മായിമ്മയെ കുറിച്ച്. കുറ്റല്ലട പറഞ്ഞത്. ഉമ്മു അബീ സർഇൻ വമാ ഉമ്മു അബീ സർഇൻ. അബൂ സർഇന്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു തരട്ടെ. എന്താന്നാ പറയാന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഉമ്മയാണ്. നല്ല പൈസ ഉള്ള ഉമ്മയാണ്, കാശ് തരും. പഴയ അമ്മിമലൊക്കെ ഉരച്ചിരുന്നൊരു കാലല്ലേ, എന്താ അമ്മിക്കുട്ടി എന്നല്ല പറയല്ലേ. പഴയത്തെ ഉരലൊക്കെ ഗ്രൈൻഡർ വീട്ടിലുണ്ടായിട്ടും മിക്സിങ് ജ്യൂസർ ഉണ്ടായിട്ടും വല്യന്മാര് അമ്മായിമാര് അലമാരി കൊണ്ടേ പൂട്ടിച്ചിട്ടേ ഈ അമ്മിയമ്മ അരച്ചാൽ മതിട്ടോ എന്ന് പറയുന്ന അമ്മായിമാരുള്ള കാലാണിത്. നീ അതിനൊന്നും മാത്രം ആയിട്ടില്ല. പിശുക്കുകയും വീട്ടിലുള്ള പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. ഉമ്മു അബീ സർഇനെ കുറിച്ച്, ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നു, നല്ല പൈസയുള്ള ഉമ്മയാണ്. ഉമ്മാക്ക് വീടുണ്ട്, അതും ഒരു വലിയ വീടാണ്. ഇബ്നു അബീ സർഇൻ, ഈ അബൂ സർഇ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ മക്കളുണ്ട്. ആ മകനെ കുറിച്ച് പറയാം. വമാ ഇബ്നു അബീ സർഇൻ, അബൂ സർഇന്റെ മകനെ കുറിച്ച് എന്ത് പറയാൻ. മൽജഉഹു കമസല്ലി ശത്ബത്തിൻ. മൽജഉഹു, അയാൾ കിടക്കുന്നത് കമസല്ലി ശത്ബത്തിൻ, വാളിനെ പോലെയാണ്. കുറഞ്ഞ സ്ഥലം മതി കിടക്കാൻ. വലിയ തടിമാടനല്ല, നല്ല ഒത്ത ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ചിലപ്പോ വാതിലൊക്കെ കടന്നുറങ്ങും, ചിലപ്പോ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടന്നുറങ്ങും, ചിലപ്പോ സോഫയിൽ കിടന്നുറങ്ങും. എവിടെയും ഒരു അഹങ്കാരമൊന്നുമില്ല. ഒരു മുതലാളിയുടെ മകനല്ലേ ഞാൻ എന്നൊന്നും ചിന്തിക്കാത്തൊരു മോനാണ്. നല്ല ധൈര്യവാനുമാണ്. വളരെ ചെറിയ ഒരു ആടിന്റെ ഒരു കൊച്ചു കാലിന്റെ ഭാഗം തന്നെ ധാരാളമാണ്. അയാൾക്ക് വയറ് നിറയാൻ കുറെ ഭക്ഷണം കഴിക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരു മോനുണ്ട്. ഇനിയൊരു മോളുണ്ട് ഇവർക്ക്. ഇതൊന്നൊരു പെണ്ണും പറയില്ല. ഭർത്താവിന് വേറെ ഭാര്യയിലുണ്ടായ മക്കളെ കുറിച്ചൊക്കെ ആരെങ്കിലും പറയോ? അമ്മായിമാരെ കുറിച്ച് നല്ലത് പറയോ? ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് നമ്മൾ ഈ പറയുന്നത്. മുത്തുനബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി തങ്ങൾ കേട്ടതും നബി തങ്ങൾ ഇതിന് അവസാനം പറയുന്ന വാക്കുകളും അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു വേവാറായി. ഇനിയിപ്പോ ആറുന്നവരെ നിൽക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. ബിൻതു അബീ സർഇൻ വമാ ബിൻതു അബീ സർഇ, അബൂ സർഇന്റെ മോളെ കുറിച്ച് പറയണോ? അത് എന്തോ ഒരു മോളാണ്. അവരുടെ ഉമ്മാനെ പോലെ തന്നെ, അവരുടെ ഉപ്പയെ പോലെ നല്ല അനുസരണയുള്ള മോളാണ്. തന്റെ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഈ ഉമ്മു സർഇ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഈ മോളെ അവളുടെ ഉമ്മാക്കും അവളുടെ ഉപ്പാക്കും നല്ല അനുസരണയുള്ള മോളാണ്. എന്തോ ഒരു നല്ല മോള്. അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന് പറയുന്ന പോലെ ഈ ശൈലി. ബിൻതു അബീ സർഇൻ വമാ ബിൻതു അബീ സർഇൻ,
അബൂസർഇന്റെ മോളുടെ കഥ പറയണോ? അത് എന്തൊരു മോളാണ്! അവള് നല്ല ശരീരമുള്ളവളാണ്. അവള് ശരിക്കും വസ്ത്രധാരണം ചെയ്യുന്ന പെണ്ണാണ്. അയൽവാസികൾക്ക് പോലും ഇവളോട് അസൂയ തോന്നും. അത്രയും നല്ല സ്വഭാവക്കാരിയാണ്, നല്ല പെണ്ണാണ്. പിന്നെ ആ വീട്ടിലൊരു വേലക്കാരുണ്ട്, ജാരിയത്തു അബീ സറഇൻ. ആയിഷ ബീവി പറയുമ്പോൾ നബി തങ്ങൾ കേട്ടിരിക്കുകയാണ്. മുഅ്മിനെ, എന്റെ അത്ഭുതം അതിലാണ്, നിങ്ങൾ കേട്ടിരിക്കണില്ലല്ല. മുത്ത് നബി തങ്ങൾ ഇതൊക്കെ കേട്ടിരുന്നല്ലോ. ഇത്രയും നേരം ആയിഷ ബീവിയുടെ ഈ വിവരണം മുത്ത് നബി തങ്ങൾ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്, സൗമ്യമായിട്ട് കേട്ടിരിക്കാൻ. ജാഹിലിയ്യ കാലത്തെ കഥയാണ് ഈ പറയുന്നത്. ജാരിയത്തു അബീ സറഇൻ വമാ ജാരിയത്തു അബീ സറഇൻ. അബൂ സറഇന്റെ വീട്ടിലെ വേലക്കാരിയുണ്ട്. അവളെ പറ്റി പറഞ്ഞു തരട്ടെ. ലാ തബുസ്സു ഹദീസനാ തബ്സീസാ. ആ വീട്ടിലെ ഒരു ന്യൂസും അവൾ പുറത്തു പോയി പറഞ്ഞു കൊടുക്കൂല. ഇത് വേലക്കാരികൾ കേൾക്കേണ്ട പണി. വീട്ടില് പ്രസവത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങള്, വീട്ടില് ജോലിക്ക് വരുന്നവർ, ഇതൊക്കെ വീട്ടിലെ സ്വകാര്യങ്ങൾ അറിയാൻ അവസരം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഈ വീട്ടിലെ കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഈ പ്രസവത്തിനൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ മാഷാ അല്ലാഹ് നല്ല സേവനാണ് ചെയ്യുന്നത്. പക്ഷേ ഫീസൊക്കെ ഇച്ചിരി ഓവർ തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. എന്നിട്ട് പുറം പോലെ ദാരിദ്ര്യം പറയാം അവസാനം. എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഈ എല്ലാ വീട്ടിലും തന്നെ പരിപാടി. അങ്ങനെ കുറെ പഴയ കുപ്പായം വേണം, ഇത് വേണം, കുറെ ഭക്ഷണ സാധനങ്ങൾ, അത് ഇതൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറച്ചിൽ കൂടുതലാണ്, ഫീസ് അതിലേറെ കൂടുതലാണ്. അതിലൊരു കോംപ്രമൈസിന് ചുരുക്കമില്ല, ദാരിദ്ര്യം പറച്ചിലിട്ട് കുറക്കണമില്ല. കുറച്ചൊന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അത് ചെയ്യുന്ന ജോലി വലിയ മാഷാ അല്ലാഹ്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലിയിൽ ചെയ്യുന്നുണ്ട് മാഷാ അല്ലാഹ്. ഇതൊന്നും ഇല്ലാത്തടത്ത് ചെയ്യുമെന്നാ കിട്ടേണ്ടത്. അപ്പൊ അതിനൊരു നിൽക്കുന്നില്ല. വാക്കുകൾ, വീടുകളുടെ ന്യൂസുകൾ മറ്റുള്ളവരത്തേക്ക് എത്തിച്ചു കൊടുക്കുക, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ, ഒരു വീട്ടിലെ വേലക്കാരിയാണ്, അവിടുത്തെ വേലക്കാരനാണ്. ഈ വീടിന്റെ സ്വകാര്യത അവർക്കറിയാൻ പറ്റും, പുറത്തു വിടാൻ പാടില്ല. അതാണ് ഉമ്മു സറഇന്റെ, അബൂ സറഇന്റെ വേലക്കാരിയെ കുറിച്ച് ഉമ്മു സറഇ പറയുന്നത്. ലാ തബുസ്സു ഹദീസനാ തബ്സീസാ. ഞങ്ങളുടെ ഒരു വർത്തമാനവും അവർ മറ്റുള്ളവർക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കില്ല. വലാ തൻഖുസു മീറതനാ തൻഖീതാ. വലാ തൻഖുസു മീറതനാ തൻഖീസാ. ഞങ്ങളുടെ ഒരു സമ്പത്തും അവൾ നഷ്ടപ്പെടുത്തി കളയൂല, വെറുതെ പൈസ ചെലവഴിക്കുക അങ്ങനെ ചെയ്യൂല. വലാ തംലഉ ബൈതനാ തഅസീസാ. അവള് വീട്ടിലെ സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കുന്ന പെണ്ണാണ്. ഒരു വീടിന്റെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ ചെല്ലുമ്പോ ആ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും വിരിച്ചു വെച്ചിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, ചെരുപ്പൊക്കെ വെക്കേണ്ട ഭാഗത്ത്, കുട്ടികളുടെ പുസ്തകങ്ങൾ വെക്കേണ്ടത്, അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുകയാണ്. അവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടി കിടക്കുന്നില്ല, അവിടെ ചെളി പിടിച്ച് കിടക്കുന്നില്ല. ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവശുദ്ധിയാണ്, അവരുടെ അടക്കവും ഒതുക്കവും അതിലുണ്ടെന്നാണ്. ഇതൊക്കെ പഠിക്കാൻ തന്നെ ഈ ഹദീസ് നബി തങ്ങളുടെ ഈ ഹദീസായി ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അവൾ അടക്കം ഒതുക്കമുള്ള പെണ്ണാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഥ തുടരുകയാണ്. അവസാന ഭാഗത്തെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീട്ടിലാണ് ഞാൻ ജീവിച്ചത്, പക്ഷേ ഇനിയൊരു കഥ നടക്കാൻ പോകുന്നുണ്ട്. എന്റെ അബൂ സറഇ ഒരു യാത്ര പോയതാ. خرج أبو زرع والأوطاب تمخض فمر بامرأة معها ولدان لها كالفهدين يلعبان من تحت خسرها برمانتين فطلقني ونكحها. എന്റെ ഭർത്താവ് ഒരു യാത്ര പോയതാണ്. യാത്ര പോയപ്പോ ഒരു ഗ്രാമത്തിലൂടെ കടന്നുപോയി. അവിടെ ഒരു പെണ്ണിനെ കണ്ടു. അവൾക്ക് 2 കുട്ടികളുണ്ട്, 2 കൊച്ചുമക്കൾ, നല്ല സൗന്ദര്യമുള്ള 2 മക്കൾ. ആ 2 മക്കൾ 2 ഉറുമാമ്പഴവും കയ്യിൽ പിടിച്ച് ഈ ഉമ്മയെ ചുറ്റിപ്പറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ, ആ പെണ്ണിനെ കണ്ടപ്പോ എന്നെ തൊലാക്ക് ചൊല്ലി ഇയാൾ അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ ചൊല്ലപ്പെട്ടു. പക്ഷെ ഇവര് പരാതി പറയുന്നില്ല, അതാ രസം. എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു, ഞാൻ വേറൊരാളെ കഴിച്ചു, അയാൾക്ക് നല്ല സമ്പത്തുള്ള ആളാണ്. റജുലൻ സരിയൻ ഐ ഗനിയൻ, നല്ല മുതലാളിയായ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു. അയാൾക്കാണെങ്കിൽ റകിബ ശരിയൻ, അയാളുടെ അടുത്ത് പുതിയ വണ്ടിയാ, പുതിയ മോഡൽ വണ്ടി ഉണ്ട്, പുതിയ കുതിരയെ അയാൾ വാങ്ങിയിട്ടുണ്ട് വാഹനമായിട്ട്.
അയാളുടെ കയ്യിൽ ഒരു നല്ല കുന്തമുണ്ട്. കുന്തം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന വാക്ക ചിലരൊക്കെ. ശരിക്കും കുന്തം ആയുധമായിട്ട് ഉപയോഗിക്കുകയാണത്. ധൈര്യത്തിന്റെ അടയാളമാണ്. ഒരുപാട് പൈസ എനിക്ക് തന്നു, എനിക്ക് കുറെ വസ്ത്രം വാങ്ങിച്ചു തന്നു, എല്ലാം തന്നു. എല്ലാ സമ്പത്തും അയാൾ എനിക്ക് വാങ്ങിച്ചു തന്നു. സുഗന്ധമായിട്ടും വാഹനമായിട്ടും മൃഗമായിട്ടും ഭക്ഷണമായിട്ടും എല്ലാം തന്നു. ഒരു കുറവ് എനിക്കുണ്ടായില്ല. രണ്ടാമത്തെ ഭർത്താവാണിത്. ഞാൻ അങ്ങനെ ജീവിച്ചു. ഇയാൾ എന്നോട് പറയും കുലി ഉമ്മ സറ വമീരി അഹ്ലകി. ഉമ്മ സറ എന്നെ വിളിക്കും അയാൾ. ഉമ്മു സറ, പഴയ ഭർത്താവിലുണ്ടായ കുട്ടിന്റെ പേരാണ് ഈ സറ. എന്നിട്ടും പേര് മാറ്റിയിട്ടില്ല. ഉമ്മു സറ, തിന്നോളൂ കേട്ടോ. വമീരി അഹ്ലകി, വീട്ടുകാർക്കുള്ളതും കൊണ്ടുപോയിക്കോളി എന്ന് ഇയാൾ എന്നോട് ഇങ്ങനെ പറയും. അങ്ങനെ വീട്ടുകാർക്കുള്ളത് ഇവള് കൊണ്ടുപോകും. എന്ന് പറഞ്ഞോട്ടെ. ഈ രണ്ടാമത്തെ ഭർത്താവ് തന്ന മുഴുവൻ സാധനവും ഞാൻ അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി വെച്ചാൽ അബൂസറൈന്റെ കൂടെ ജീവിക്കുന്ന കാലത്തെ അയാളുടെ വീട്ടിലെ ഒരു ഏറ്റവും ചെറിയ പാത്രത്തിൽ കൊള്ളാവുന്നത് ഇതൊക്കെ ആവുന്നുള്ളൂ. അപ്പോഴും പഴയ ആളെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോഴും പഴയ ഭർത്താവിന്റെ കഥയാ പറയുന്നത്. യാ ആയിഷ, ഇവിടെ പറഞ്ഞെത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ കുൻതു ലകി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ. ഉമ്മു സറഇനോട് അബൂ സറഇ പെരുമാറിയ പോലെ നിങ്ങളോട് ഞാൻ അങ്ങനെയാണ് ആയിഷ പെരുമാറുന്നത്. ഇല്ലാ അന്ന അബാ സറഇൻ തല്ലഖ, അബൂ സറഇ ഉമ്മു സറഇനെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. വ അന ലാ ഉതല്ലിഖു, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലില്ല ആയിഷ. ഞാൻ നിങ്ങൾക്ക് ഉമ്മു സറഇനെ പോലെയല്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ നബിയേ? നിങ്ങൾ അബൂ സറഇനെക്കാളും ഖൈറായവരാണല്ലോ നബിയേ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അത്രയും സുഭിക്ഷമായ ജീവിതം നബി തങ്ങളുടെ ആ കാലത്ത് ഒന്നുമില്ല. പക്ഷെ ഉള്ളതിൽ വെച്ച് എല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്, എല്ലാം അവിടുത്തെ ഭാര്യമാർക്ക് സ്നേഹം കൊടുത്ത് നബി തങ്ങൾ പറയുന്നു, ഞാൻ ഉമ്മു സറഇനോട് അബൂ സറഇ പെരുമാറിയ പോലെ നിങ്ങൾക്ക് ഞാൻ അബൂ സറഅാണ് ആയിഷ, ഉമ്മു സറഇന് അബൂ സറഅ ആയിരുന്ന പോലെ. പക്ഷെ അബൂ സറഅ എന്ന് പറയും പേടിക്കണ്ട കേട്ടോ, മൂപ്പര് വേറൊരു പെണ്ണിനെ കണ്ടപ്പോ ഇവളെ ഒഴിവാക്കി അവളെ കെട്ടിയ ആളാണ്. എന്നാൽ നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലൂല എന്ന് ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കിതാബുൻ നിക്കാഹിൽ, ഇമാം മുസ്ലിം എന്നവർ കിതാബുൽ ഫളായിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം തുർമുദി എന്നവർ ശമായിലിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത്. ഇമാം തബറാനി രേഖപ്പെടുത്തിയ ഹദീസ്. ഇത്രയും പ്രബലമായ ഒരു സംഭവം, ഹദീസ് പ്രബലമായ ഹദീസാണ്. ഇതിലൊരുപാട് സംഭവങ്ങൾ, ഓരോ വാക്കുകളും ഓരോരോ വഴിക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന, സ്നേഹം കൊടുത്ത് ഇഷ്ടമുള്ളത്. ആ വീട്ടിൽ ഉമ്മു സറഇന്റെ വീട്ടിൽ അബൂ സറഇന്റെ ഉമ്മ നല്ല ഉമ്മയാണ്, അബൂ സറഇന്റെ മക്കള് നല്ല മക്കളാണ്, അവിടുത്തെ വേലക്കാരി നല്ല വേലക്കാര്, അവിടുത്തെ വീട് നല്ല വീടാണ്. ആയിഷ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആളാണ്. നിങ്ങൾ അബൂ സറഇനെ പോലെ എന്ന് പറയുമ്പോഴേ പേടിക്കണ്ട കേട്ടോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലൂലേ. അൻതി സൗജതി ഫിൽ ആഖിറ, ആഖിറത്തിലെ എൻ്റെ ഭാര്യ നിങ്ങൾ തന്നെയാണ് ആയിഷ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു സന്തോഷകരമായ ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. പിണക്കങ്ങളും ആകുലതകളും വ്യാകുലതകളും ഒക്കെ അവസാനിച്ച് സ്നേഹമുള്ള ഇമ്പമുള്ള ഒരു കുടുംബജീവിതം അല്ലാഹു നമ്മുടെ കുടുംബിനികൾക്കും നമുക്കും അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ദുആരക്കാനുള്ള ലിസ്റ്റ് ഇവിടെയുണ്ട്, മുഴുവൻ വായിച്ച് സമയം നമ്മുടെ മുമ്പിൽ വളരെ കുറവാണ്. സമയം 35, ഒരു 10 മിനിറ്റിനകം നമുക്ക് ദുആ ചെയ്ത് നിങ്ങളൊന്ന് ആമീൻ പറയേണ്ട ആവശ്യമുണ്ട്. തിരക്കില്ലാത്തൊരു ആമീൻ പറയാൻ പ്രയാസമില്ലെങ്കിൽ ഇവിടെ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അതിനും നേരമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളേ. ബിസ്മില്ലാ. ഒരാൾ കുട്ടികളുണ്ടാകും പ്രത്യേകം ദുആ ചെയ്യാൻ 5001 രൂപ അല്ലാഹു അവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകട്ടെ. ഒരു സ്ത്രീ പ്രത്യേകം ദുആ ചെയ്യാൻ സ്വർണ്ണമോതിരം അല്ലാഹു കബൂലാക്കട്ടെ. PK മുഹമ്മദ് മാസ്റ്റർ 1000 രൂപ മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് അല്ലാഹു അവർക്ക് പരലോക ഗുണം നൽകട്ടെ. ഒരാൾ 300 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ഉദ്ദേശ ലക്ഷ്യം സഫലമാകട്ടെ. അബ്ദുറഹ്മാൻ MP എന്താണ് മാറിപ്പറ്റിൽ താഴെ അല്ലെ 1000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ 5000 രൂപ. ഒരു സഹോദരൻ 5000. മുഹമ്മദ് ഉദയോത്ത് അല്ലേ
5000 രൂപ അള്ളാഹുവിന്റെ 3 പേരുടെയും സ്വതക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിം സാഹിബ് എളേറ്റിൽ, നമ്മളെ ദുബൈയിലെ KMCC ഇബ്രാഹിം സാഹിബ്, ഇബ്രാഹിം ഇവിടെ ഇല്ലേ? ഇവിടെ വരാൻ ഇവിടെ നാട്ടിലില്ല, ഇന്നലെ പോയല്ലേ? ഇബ്രാഹിം സാഹിബ് എളേറ്റിൽ 25,000 രൂപ അള്ളാഹു കബൂലാകട്ടെ. പിന്നെ എന്താ ഈ കുച്ചപ്പൊടി എന്ന് പറഞ്ഞ സാധനം? കൂവപ്പൊടിയാണ്, അത് വായാണത് അല്ലേ? അതെവിടെ സാധനം? ഇതില്ലേ? പോയോ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി സംഭാവന ചെയ്തിട്ടുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ. പിന്നെ മുജീബ് ഫൈസി പാറന്നൂരിന്റെ ഉമ്മ അടുത്തിടെ മരണപ്പെട്ടു, അല്ലാഹു ഉമ്മാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഗൾഫ് പ്രതിസന്ധിയിലാണ്, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ദ്വാരക്കാനുണ്ട്. അല്ലാഹു ഇടങ്ങളിലൊക്കെ അല്ലാഹു ഖൈറിന്റെ ബാബ് അല്ലാഹു തുറന്നു തരട്ടെ. ദുബായിലെ നമ്മുടെ സജീവ പ്രവർത്തകന്റെ പിതാവ്, നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകാറുള്ള പ്രവർത്തകൻ, അവരുടെ പിതാവ് അസുഖമായി വിഷമത്തിലാണ്. അല്ലാഹു നിശിഫ കൊടുക്കണേ തമ്പുരാനെ. ഒരു പ്രവർത്തകന്റെ മകൻ അസുഖം ബാധിച്ചിരിക്കുന്നു, ശിഫയാകാൻ ദ്വാരക്കാൻ അപേക്ഷയുണ്ട്, അല്ലാഹു ശിഫ നൽകട്ടെ. പിന്നെ പ്രത്യേകമായിട്ട് തൊയ്യിബ് AC എന്ന് പറയുന്ന അല്ലാഹു അക്ബർ എന്നൊരു ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലായി നമ്മുടെ പ്രഭാഷണങ്ങളുമൊക്കെ ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് തൊയ്യിബ് AC. അവരുടെ അല്ലാഹു അക്ബർ ഗ്രൂപ്പ് വഴി റമദാൻ കിറ്റ് 108 പേർ പങ്കെടുത്ത് ഏകദേശം 5,24,685 രൂപ സമാഹരിച്ച് വീടുകൾക്ക് ഒരു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ റമദാൻ കിറ്റ് റമദാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ എത്തിച്ചു കൊടുക്കാൻ വലിയൊരു പദ്ധതിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതിലേക്ക് സഹായിച്ച സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഈ അല്ലാഹു അക്ബർ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ, പ്രത്യേകിച്ച് തൊയ്യിബ് AC, അതുപോലെ ഇതിലേക്ക് സംഭാവന ചെയ്ത ഒരുപാട് സ്ത്രീ പുരുഷന്മാർ, അവരുടെയൊക്കെ സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. റഷീദ് എന്ന സഹോദരന്റെ ഉപ്പ ആമാശയ ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളം ആശുപത്രിയിലാണ്. അല്ലാഹു നീ ശിഫ നൽകണേ തമ്പുരാനെ. കടം വീടാൻ പ്രത്യേകം ദുആയിരക്കാൻ വസിയത്തുണ്ട്. അല്ലാഹു നമ്മുടെ അവരുടെ കടം അല്ലാഹു വിട്ടിത്തരട്ടെ. പിന്നെ ദുആയിരക്കയാണ്, റമദാനാണ് വരാൻ പോകുന്നത്, ഷഅബാനിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരും മറന്നു പോവരുത്. ഇവിടെ നാളെയും മറ്റന്നാളും ഒക്കെയായി പരിപാടി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. ഇന്ന് സജീവമായിട്ട് പരിപാടിയിലേക്ക് എത്തണം എന്നുകൂടെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. പിന്നെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹാനായ ഉസ്താദ് അവറുകൾ റുഖിയ ചെയ്ത, ദുആ ചെയ്ത തേൻകുപ്പികളുടെ ഉണ്ട്. അത് പരിമിതമായ ആളുകൾക്ക് അത് എടുക്കാനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ട് പറ്റുന്ന മുഴുവൻ ആളുകളും നല്ല ഒരു സംഖ്യ, ഒരു പ്രത്യേക ഒരു സംഖ്യ അതിന് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് 1000, 2000, 5000 ഒക്കെ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായൊരു ലക്ഷ്യത്തിന്, ഒരു ഉദ്ദേശ സഫലീകരണത്തിന് നിയ്യത്ത് ചെയ്തിട്ട് നല്ലൊരു സംഖ്യ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വിജയത്തിലേക്ക്, പരിപാടിയുടെ ചെലവിലേക്കൊക്കെ ലഭിക്കണം. അതുകൊണ്ട് ഞാനൊരു സംഖ്യ പറയുന്നില്ല, അതൊരു റാഹത്ത് തോന്നുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു മോശമല്ലാത്തൊരു സംഖ്യ തന്നെ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വണ്ടിയർമാർ കൊണ്ടുപോയിക്കോട്ടെ. ഓരോരുത്തർ വാങ്ങിക്കുന്ന സമയം കുറേ വൈകിപ്പോയി, 12:45 ഇൻഷാ അല്ലാഹ്. നമ്മുടെ വളണ്ടിയേഴ്സ് എവിടെ എന്ന് വന്നാൽ ഈ ദുആന്റെ ഇടയിലൂടെ തന്നെ നമുക്ക് അത് വിതരണം ചെയ്യാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്നായിക്കോട്ടെ. ബിസ്മില്ലാഹ്. കുറച്ചായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കുക. എല്ലാവർക്കും ഉസ്താദിന്റെ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി അറിയാൻ പറ്റുമായിരിക്കും. ഉസ്താദിനെ പറ്റി അറിയുന്നവർക്ക് പറഞ്ഞറിഞ്ഞ ആവശ്യമില്ല. എന്ന് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് വലിയ ആബിദും മുത്തഖിയുമായ സൂക്ഷ്മതയുള്ള വലിയൊരു ആലിമും അള്ളാഹിന്റെ വലിയുമെന്ന് പറയാൻ കഴിയുന്ന മഹാനാണ്. മഹാനവറുകളുടെ ദുആ ഒരുപാട് ഉത്തരം കിട്ടിയ അനുഭവങ്ങളുണ്ട്. മഹാന്റെ ജീവിതം സുന്നത്തും കിതാബും അള്ളാഹുവിന്റെ ദീനും ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജീവിതമാണ്, ജീവിതത്തിലേക്ക് പകർത്തിയ ഒരു ജീവിതമാണ്. അള്ളാഹു മഹാന്റെ ആ ദുആഇന് അള്ളാഹു ഉത്തരം നൽകട്ടെ. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ അബ്ദുൽ ബാരിയുടെ അതായത് റമദാനിലെ ഒരു പരിപാടി, റമദാൻ രണ്ടാമത്തെ വെള്ളിയാഴ്ച, അതായത് മെയ് 26-ന് ഈങ്ങാപ്പുഴയിൽ ഒരു പരിപാടി നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അത് ശനിയാഴ്ച. അത് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച
2:30 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം ളുഹർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അസ്റോടുകൂടെ അവസാനിക്കുന്ന രീതിയിലാണ് അതിന്റെ സമയം. അത് രാവിലെയാണെന്നാണ് നമ്മൾ ആദ്യം അറിയിച്ചിരുന്നത്. അത് രാവിലെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. രാവിലെ ദാറുൽ ഹുദയിൽ അതേ സമയത്ത് പരിപാടിയുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ളുഹറിന് ശേഷമാണ് ഈങ്ങാപ്പുഴയിലെ പരിപാടി ഉണ്ടാകുക എന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. റഹ്മർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഈ ശഅബാനിലെ രാപ്പകലുകൾ അല്ലാഹു നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ തമ്പുരാനെ. റമളാനിന്റെ പുണ്യം ലഭിക്കുന്ന ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കുന്ന റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴേക്കും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, കൂട്ടുകാർ, ഞങ്ങളോട് ഇഷ്ടമുള്ളവർ, ഞങ്ങളുടെ ഇഷ്ടക്കാർ, അല്ലാഹുവേ ഞങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ, അല്ലാഹുവേ ദുആയിൽ ഓർക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, ദീനിന്റെ പ്രവർത്തകന്മാർ, ഖാദിമീങ്ങൾ, ഈ പരിപാടിക്ക് വന്നവര്, ഇവിടെ വരാൻ ആഗ്രഹിച്ച് മഴ കാരണം വരാൻ കഴിയാതെ പോയവർ, രോഗികളായി കിടക്കുന്നവര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഈ പരിപാടി ലൈവ് വീക്ഷിച്ച ആളുകൾ, പല നിലക്കും ദുആ വസിയത്തുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അറിയിച്ചവര്, അഡ്മിന്മാർ മുഖേന അറിയിച്ചിട്ടുള്ള ഒരുപാട് ദുആ വസിയത്തുകൾ അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് തരണേ അല്ലാഹ്. ഈ റമളാൻ ആകുമ്പോഴേക്കും അതിന് മുമ്പേ ഈ നിമിഷം തന്നെ റബ്ബേ ഞങ്ങൾ പാപങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടവരാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ സ്വതക്ക ചെയ്തിട്ടുണ്ട് റബ്ബേ. ഒരു സഹോദരി 20,000 രൂപ സ്വതക്ക ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. വേറെയും ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരുണ്ട്. മോതിരം തന്ന സഹോദരിമാരുണ്ട് അല്ലാഹുവേ. സ്വതക്കകൾ ചെറുതും വലുതുമായി ഇനി ദാഹത്തിപ്പറ്റ ഉസ്താദ് ദുആ ചെയ്ത ആ ഒരു തേൻകുപ്പി സ്വീകരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ പ്രതിഫലം നൽകണേ റബ്ബേ. നിന്റെ കാവൽ നൽകണേ തമ്പുരാനെ, നിന്റെ കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഭാര്യ സന്തതികളെ, ഞങ്ങളുടെ കൂട്ടുകാരെ, നാട്ടുകാരെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കൺകുളിർമ ഞങ്ങളുടെ മക്കളിൽ നൽകണേ തമ്പുരാനെ. അവർ നല്ല ബുദ്ധിയും പഠനവും വിദ്യാഭ്യാസവും ദീനും അദബുമുള്ളവരാക്കി തരണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമയെ നൽകണേ റബ്ബേ. വിദ്യാർത്ഥിനികൾ വഴിതെറ്റി പോവാതെ നീ കാക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിലൊക്കെ ഖൈർ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ തലമുറകളിൽ ഈമാനിന്റെ സൂക്ഷിപ്പുകാരായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. വിശേഷിച്ച് യുവാക്കളും യുവതികളും അല്ലാഹുവേ ഏത്തീസം പോലെയുള്ള നിരീശ്വരവാദത്തിലേക്ക് പോവുകയാണ് അല്ലാഹുവേ. നീ അവരെ ഈമാനിനെ സൂക്ഷിക്കണേ തമ്പുരാനെ. വഴിതെറ്റിയ ഗ്രൂപ്പുകളിലേക്കും തിന്മകളുടെ ഗ്രൂപ്പുകളിലേക്കും ചെന്ന് പെടാതെ നീ കാക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയും അമലുകൊണ്ട് ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ റബ്ബേ. അവിടുത്തെ സിയാറത്തിന് ഒരുപാട് സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ തമ്പുരാനെ. അവിടുത്തെ മുഖം കണ്ട് മരിക്കുന്ന ഭാഗ്യം, കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിന് നാൾ അർഹരാക്കണേ റബ്ബേ. അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെയും ആ കൂട്ടത്തിൽ ചേർക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ. ലോക രാജ്യത്തുള്ള ആളുകളെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ. അല്ലാഹുവേ റമളാൻ വരികയാണ്. റമളാനിലെ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി ആളുകൾ മുന്നിട്ടിറങ്ങുകയാണ്. റമളാൻ കിറ്റും റമളാൻ റിലീഫും ഒക്കെ ആയിട്ട് ആരൊക്കെയാണോ അതുപോലെയുള്ള നന്മകളിലേക്ക് ഇറങ്ങുന്നത് മുഴുവൻ ആളുകൾക്കും നീ നിന്റെ തൗഫീഖ് നൽകണേ റബ്ബേ. നീ നിന്റെ റഹ്മത്ത് നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണം ഖൈറാകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. കുടുംബജീവിതങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഇല്ലാതെ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ രാജ്യത്തെയും ലോകരാജ്യങ്ങളെയും അല്ലാഹു യുദ്ധക്കെടുതികളിലേക്ക് പോവാതെ നീ കാക്കണേ റബ്ബേ. കലാപങ്ങളിലേക്ക് ചെന്നു ചാടാതെ കാക്കണേ റബ്ബേ. മനുഷ്യ മനസ്സുകൾക്കിടയിലും മതജാതികൾക്കിടയിലുമുള്ള സ്നേഹവും പരസ്പര ബഹുമാനവും ലോകാവസാനം വരെ നിലനിർത്തുകയും നിന്റെ ദീനിന് വളക്കൂറുള്ള ഒരു രാജ്യമാക്കി തരികയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, തിന്മകളിൽ നിന്ന് വെടിയുകയും നന്മയിലേക്ക് വരികയും ചെയ്യാൻ സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആലിമീങ്ങളുടെയും ദാഇമാരുടെയും വആത്തിന്റെയും എല്ലാ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും നീ ഖബൂലിയത്ത്
കബൂലിയത്ത് നൽകണേ തമ്പുരാനെ. ദീനി സ്ഥാപനങ്ങളും ദീനിന്റെ മദ്രസകളും പള്ളികളും അല്ലാഹു നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബേ. നിന്റെ ദീനിന് എന്തെങ്കിലും ഒരു സംഭാവനയോ സ്വതക്കയോ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തോടൊപ്പം ആശ്വാസത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച പോലെ അല്ലാഹു ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റമളാനിന്റെ പുണ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഖുർആൻ ധാരാളം ഓതുന്നവരാക്കണേ റബ്ബേ. റമളാനിലെ പ്രത്യേകമായ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഒരു കാര്യം കൂടി അറിയിക്കാണ്. റമളാനിലെ രണ്ടാമത്തെ ശനിയാഴ്ച നമ്മുടെ ഈങ്ങാപ്പുഴ പരിപാടിയുള്ള അന്ന് തന്നെ ദാറുൽ ഹുദയുടെ അങ്കണത്തിൽ വെച്ച് അവിടെ വാഴ്ന്ന പരിപാടി നടക്കുന്നുണ്ട്. മെയ് 26 തന്നെ അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ പിറ്റേന്നുമൊക്കെയായി വിവിധ പണ്ഡിതന്മാർ സംബന്ധിക്കുന്ന പരിപാടികൾ വേറെയുമുണ്ട്. അതുകൂടെ സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.